തൊട്ടടുത്ത് മരിച്ചു കിടക്കുമ്പോ തൊട്ടടുത്ത ഖബറിൽ കിടക്കുന്ന ആൾ തന്റെ അയൽവാസിയായ ഖബറാളി ഒരു നല്ല മനുഷ്യനാവുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു നല്ല അയൽവാസിയെ കിട്ടിയാൽ വല്ല കാര്യമുണ്ടോ? ഉണ്ട് നബിയെ. എന്നാൽ മരിച്ചു കിടക്കുമ്പോഴും നമ്മുടെ പരിസരത്തും ആ ചുറ്റുപാടിലും സജ്ജനങ്ങളുടെ അരികത്ത് കിടക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സൗഭാഗ്യമാണ്. അവർക്ക് കിട്ടുന്ന വെളിച്ചം നമുക്കും കിട്ടും. അല്ലാഹു അത്തരം സൗഭാഗ്യം നമുക്കൊക്കെ നൽകട്ടെ. എത്രയോ ആളുകൾ, ഉമ്മ മരിച്ചു, 20 കൊല്ലം മുമ്പ് ഉമ്മ മരിച്ചത് അല്ലെങ്കിൽ വാപ്പ മരിച്ചത്, ആ 20 കൊല്ലത്തിനിടയ്ക്ക് എത്രയോ ഖബറുകൾ, എത്രയോ ആളുകൾ മരിച്ചു, അവരൊക്കെ മറവ് ചെയ്തു. നമ്മൾ ഓരോരുത്തരുടെയും മഹല്ലുകളിൽ അന്ത്യവിഷമം കൊള്ളുന്ന ആളുകൾ, അവരുടെയൊക്കെ ഖബറുകൾ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. കാരണം ഈ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് പോകാനുള്ള ഒരു വീട് പിന്നെ എവിടെയാണ്? അത് സംശയമില്ലാത്തൊരു വീടാണ്. ദുനിയാവിൽ വീട് പണി തീരോ? കോൺട്രാക്ടർ പറഞ്ഞു 5 കൊല്ലം കൊണ്ട് തീർത്തരാം. പക്ഷെ പൈസയും വേണം, സൗകര്യം വേണം, പണിക്കാര സമയത്ത് കിട്ടും വേണം. ഇതൊന്നും നടന്നില്ലെങ്കിൽ 5 എന്ന് പറഞ്ഞത് 10 എന്ന് വരും. പക്ഷെ ഖബർ എന്ന വീട് ഉറപ്പാണ്. ഇന്ന് മരിച്ച അരമണിക്കൂർ കൊണ്ട് ഖബർ കളക്കാൻ തുടങ്ങും. ആ ഒരു വീടിന് അത്ര സുരക്ഷിതത്വമുള്ള ഉറപ്പുള്ളൊരു വീട് വേറെ ഇല്ല മനുഷ്യന്. ആ ഒരു വീട് നന്നായി കിട്ടാൻ നമ്മളൊക്കെ ദുആയിരക്കാം. അല്ലാഹു നമ്മുടെ ജീവിതവും മരണവും നാളെ പരലോകത്തേക്കുള്ള യാത്രയും അല്ലാഹു നമുക്ക് സുഖകരമാക്കി തരട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ടവരോടുകൂടെ ഇതേപോലെ സ്വർഗലോകത്ത് ഒരുമിച്ചു ചേരാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. മഹാനായ ഒരു കാലഘട്ടത്തിന്റെ, ഒരു യുഗത്തിന്റെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ താബിഈകളുടെ കാലഘട്ടത്തിന്റെ നിറസാന്നിധ്യമായിരുന്ന മഹാനായ മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി. ഇറാഖിൽ 2 നദികളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ടൈഗ്രീസ്, മറ്റേത് യൂഫ്രട്ടീസ്. ദിജ്ല വൽ ഫുറാത്ത്, ദിജ്ല വൽ ഫുറാത്ത്, ദിജ്ലയും ഫുറാത്തും, ടൈഗ്രീസും യൂഫ്രട്ടീസും. അതിൽ ടൈഗ്രീസ് നദിയുടെ അരികത്തുകൂടെ ലോകപ്രശസ്തനായ മഅറൂഫുൽ ഖർഖി തങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ കൂടെയുള്ള ആളുകൾ, ശിഷ്യന്മാർ ഗുരുവിന്റെ കൂടെ പുഴവക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാഖിന്റെ ശോഭയാർന്ന ചില കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ചരിത്രത്തിൽ. ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, അതേ പരുവത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാഖ് എന്ന ആ ഒരു പ്രദേശം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത്തരം ആ കാലഘട്ടത്തെ അപേക്ഷിച്ചിടത്തോളമുള്ള ഒരു ഹൈടെക് പുരോഗതി അന്ന് കൈവരിച്ച നാടാണ് ഇറാഖ്. ഇന്നൊരു പക്ഷേ യുദ്ധങ്ങളുടെ അധിനിവേശത്തിന്റെ കൈകളാൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശവുമാണ്. അല്ലാഹു ലോക മുസ്ലിം രാജ്യങ്ങളിൽ അല്ലാഹു തആല സമാധാനം പുനഃസ്ഥാപിച്ചു തരട്ടെ എന്ന് ഒരിക്കലൂടെ നമുക്ക് ദുആ ചെയ്യാം. അന്നൊരു മഗ്രിബ് നിസ്കാരത്തിന്റെ സമയമാണ്. ശൈഖ് അവറുകളും കൂടെയുള്ള ശിഷ്യന്മാരും ഒക്കെ നിസ്കാരം കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അന്ന് ടൈഗ്രീസ് നദിയിൽ ഒരു ബോട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. വിളക്കുകൾ കത്തിച്ചു വെച്ച്, ഇന്നൊക്കെ ദുബൈ നഗരത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലോ സിറ്റികളിലൊക്കെ കാണപ്പെടുന്ന പോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ലൈറ്റുകൾ വെച്ച നൗകകൾ അന്ന് സുലഭമാണ് ടൈഗ്രീസ് നദിയിൽ. അതിൽ പക്ഷേ യാത്ര ചെയ്യുന്നത് മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, മദ്യപാനികളുണ്ട്, തിന്മകൾ ചെയ്യുന്നവരുണ്ട്. ഇറാഖിന്റെ ഒരു സങ്കടം അതായിരുന്നു. മഅറൂഫുൽ ഖർഖിയെ പോലെയുള്ള മുസ്തജാബു ദഅവ, ദുആഇന് ഉത്തരം കിട്ടിയിരുന്ന മഹത്തുക്കളായ ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപറ്റം യുവാക്കൾ അങ്ങനെ വഴിവിട്ട് ജീവിക്കുന്നത് കാണുമ്പോ ജനങ്ങൾക്കൊക്കെ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. അപ്പോഴാണ് മഅറൂഫുൽ ഖർഖിയെ കിട്ടുന്നത്. ആ മഹാനുഭാവൻ എന്തല്ലാഹുവിനോട് ചോദിക്കുന്നുവോ ഉടനടി ഉത്തരം കിട്ടുന്ന ഒരു മഹാനാണ് മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ ലോകത്ത് നിലവിലിരിക്കുന്ന ഖാദിരി, ചിശ്തി തുരീഖത്തുകൾ മുഴുവനും കടന്നു പോകുന്നത് മഹാനായ മഅറൂഫുൽ ഖർഖിയിലൂടെയാണെന്ന് കാണാൻ കഴിയും. ആ മഹാനുഭാവൻ ശിഷ്യന്മാരോടുകൂടെ ടൈഗ്രീസിന്റെ അരികത്തുകൂടെ നടക്കുമ്പോ അവര് പറഞ്ഞു, അല്ലയോ ശൈഖ് അവറുകളെ, നമ്മുടെ ഇറാഖിലെ ചെറുപ്പക്കാരാണത്. ഈ നാട്ടിൽ
നാടിന്റെ അഭിമാനമായി നടക്കേണ്ട ആളുകളാണ്. മഗ്രിബ് പോലും നിസ്കരിക്കാതെ ആ ബോട്ടിനുള്ളിൽ നൃത്തം ചെയ്ത് മദ്യപിച്ച് ആ നാട്ടിലെ ചെറുപ്പക്കാരി പെൺകുട്ടികളടക്കം വളരെ മോശമായ ഒരവസ്ഥയിൽ ഈ പുഴയിലൂടെ ആടി തിമിർക്കുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് ശൈഖ് അവറുകളോട് ഞങ്ങൾക്ക് ശിഷ്യന്മാരോടൊരു അപേക്ഷയുണ്ട്. അവരെ മുഴുവനും ഒന്ന് നശിപ്പിക്കാൻ, ഈ നാടൊന്ന് നന്നായി കിട്ടാൻ, അവരെ ഒന്ന് നശിപ്പിച്ചു കളയാൻ അങ്ങൊന്ന് ദുആ ചെയ്യുമോ? ഞങ്ങൾ ആമീൻ പറയാം. അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഈ നേരത്ത് മഗ്രിബ് പോലും നിസ്കരിക്കാതെയാണ് അവരാ ബോട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്ന് നശിപ്പിക്കാനൊന്ന് ദുആ ഇറക്കണേ. മഹാനുകൾ പറഞ്ഞു, ഞാൻ ദുആ ഇറക്കുന്നു, ഫഅമ്മിനു, നിങ്ങൾ ആമീൻ പറഞ്ഞേക്കണം. അവർ റെഡിയായി നിൽക്കുകയാണ്. അവർ പ്രതീക്ഷിക്കുന്നത് ആ നൗക മഹാനവറുടെ പ്രാർത്ഥന അങ്ങ് ചെല്ലേണ്ട താമസം. ഇന്ന ലില്ലാഹി ഇബാദൻ ഇദാ അറാദു അറാദല്ലാഹ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ തിരുനോട്ടമുണ്ടാവുകയും അവർ ചോദിച്ചാൽ ഉടനടി അല്ലാഹു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ഒരു വിഭാഗം. അവരിൽപ്പെട്ട മഹാനായ മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരൊക്കെ വിചാരിക്കുന്നത് ആ കപ്പൽ, ആ ബോട്ട് ഈ നിമിഷം നമ്മുടെ കൺമുമ്പിൽ മുങ്ങി താഴുന്നത് നമ്മൾ കാണുകയാണ്. ഒരു പറ്റം വഴിവിട്ട് ജീവിക്കുന്ന യുവാക്കൾ അവിടെ മുങ്ങി താഴാൻ പോകുകയാണ്. ദുആ ഇറക്കാൻ പോകുന്നു മഅറൂഫുൽ ഖർഖി തങ്ങൾ. ഹംദും സലാത്തും സലാമും ചൊല്ലി ദുആ ആരംഭിച്ചിരിക്കുന്നു. ദുആ ഒരൊറ്റ വചനമാണ് ദുആ ചെയ്തത്. അല്ലാഹുമ്മ കമാ ഫർഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ലോകത്ത് ഈ ചെറുപ്പക്കാർക്ക് സന്തോഷിക്കാൻ നീ അവസരം കൊടുത്ത പോലെ, ഈ ചെറുപ്പക്കാർക്ക് ഇവിടെ സന്തോഷിക്കാൻ നീ അവസരം നൽകിയതുപോലെ നാളെ പരലോകത്തും സന്തോഷിക്കാൻ അവസരം കൊടുക്കണമേ. അത്ഭുതപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്. ദ്വാരക്കാൻ പറഞ്ഞത് ഇതല്ലല്ലോ. അല്ലാഹുമ്മ കമാ ഫർഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറ. പടച്ചവനെ, ഈ ലോകത്ത് സന്തോഷിപ്പിച്ച പോലെ നാളെ പരലോകത്തും ഇവരെ സന്തോഷിപ്പിക്കണമേ. അതിന്റെ ഉത്സാരം കള്ളു കുടിച്ച് നടക്കണം എന്നല്ല. പടച്ചവനെ, നാളെ നീ അവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ, നീ സന്തുഷ്ടനാവേണമെങ്കിൽ അവർ നന്നാവണം, അവർ നിസ്കരിക്കണം, നിന്നെ അനുസരിക്കണം, അവരുടെ ചിന്തകളിൽ കടന്നുകൂടിയ മാലിന്യങ്ങൾ ഒഴിവാകണം. അതുകൊണ്ട് അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരെ നന്നാക്കി കൊടുക്കണമേ, അങ്ങനെ അവർക്ക് സ്വർഗം കിട്ടണമേ. ഇതാണ് ദുആ ഇറക്കുന്നത് മഹാനായ മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി. ആ പ്രാർത്ഥന കിട്ടാൻ കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങൾ, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, ഊസീകും ബിശ്ശബാബി ഖൈറാ. യുവാക്കളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമേ. മുതിർന്നവരോട് ഹബീബായ തങ്ങളുടെ അപേക്ഷയാണത്. ഊസീകും ബിശ്ശബാബി ഖൈറാ. യുവാക്കളോട് നിങ്ങൾ വളരെ മാന്യമായി പെരുമാറണമേ. ഫഇന്നഹും അറഖു അഫ്ഇദതൻ. അവർ ഹൃദയം വളരെ ലോലമായവരാണ്, ഹൃദയം വളരെ മൃദുലമാണ് യുവാക്കളുടേത്, യുവതികളുടേത്. ഈ ഉമ്മത്തിന്റെ യുവജനങ്ങളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമേ. ലഖദ് ബഅസനില്ലാഹു ബിൽ ഹനീഫിയ്യത്തി സംഹ. അല്ലാഹു തആല എന്നെ സത്യദീനുമായി ലോകത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ ഫഹാലഫനി ശബാബു വഖാലഫനി ശുയൂഖ്. യുവാക്കളാണ് എന്റെ കൂടെ നിന്നത്, എന്നോട് എതിർപ്പ് കാണിച്ചത് അവിടുത്തെ മുതിർന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് യുവാക്കൾ എന്നോട് നല്ല നിലക്ക് എന്റെ കൂടെ നിന്നവരാണ്, എന്നെ സഹായിച്ചവരാണ് യുവാക്കൾ. അതുകൊണ്ട് ഞാനാ നന്മ ഓർക്കുകയാണ്. നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ നാട്ടിലെ യുവാക്കൾ വഴിതെറ്റി പോകുമ്പോൾ അവരെ നിങ്ങൾ ശപിച്ചുകൊണ്ട് ദുആ ചെയ്യല്ലേ. നിങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വഴിവിട്ട് ജീവിക്കുമ്പോൾ ശാപത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരല്ലേ. നിങ്ങളുടെ യുവാക്കളോ യുവതികളോ വഴിമാറി ജീവിക്കുമ്പോൾ അവരെ നശിക്കട്ടെ, തുലയട്ടെ എന്നവരെ പറ്റി പറയല്ലേ. ഊസീകും ബിശ്ശബാബി ഖൈറാ.
നിങ്ങൾ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും സാരോപദേശം നൽകുകയും അവരോട് നല്ല നിലക്ക് പെരുമാറുകയും ചെയ്യണമേ. ഹൃദയം മൃദുലമായവരാണ്. അള്ളാഹു എന്നെ ഇസ്ലാമുമായി നിയോഗിച്ചപ്പോൾ യുവാക്കളാണ് എന്റെ കൂടെ നിന്നത്, ചെറുപ്പക്കാരായ എന്റെ കൂടെ നിന്നത്. അന്ന് പ്രായമുള്ള ഉത്ബയും അബൂജഹലുമൊക്കെ എനിക്കെതിരായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ യുവാക്കളോട് മാന്യമായി പെരുമാറണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിച്ചവരാണ് മഅറൂഫുൽ ഖർഹി തങ്ങൾ. ശത്രുക്കൾക്കെതിരെ തോൽപ്പിക്കാൻ ദുആ ചെയ്യുന്ന കാലമാണിത്. ശത്രുക്കൾക്കെതിരെ നാശം പറഞ്ഞ് ദുആ ചെയ്യുന്ന കാലമാണ്. ശാപത്തിന് ദുആ ചെയ്യുന്ന കാലമാണ്. അതിനു വേണ്ടി മാത്രം മജ്‌ലിസുകൾ ഉണ്ടാക്കി മുസ്ലിമീങ്ങളായ ആളുകൾക്കെതിരെ തന്നെ ദുആ നടക്കുന്ന കാലത്താണ്. ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ വിശാലത എത്രയാണ് ഒരു മുസ്ലിമിന്റെ ഖൽബ് വിശാലമാവേണ്ടത്. ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിനുള്ളിൽ വിശാലത എത്രയാണ്. സങ്കുചിതത്വം ഒഴിവാക്കി പ്രവിശാലമായ റബ്ബിന്റെ റഹ്മത്തിലേക്ക് കൈനീളേണ്ട സ്ഥാനത്താണ് പരസ്പരം കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും ശപിക്കാനും തകർക്കാനും തകരാനും വേണ്ടി പ്രാർത്ഥനകൾ നടക്കുന്നത്. ഈ ആഭാസങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ വിശാലത നടത്തിയവരാണ് മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു. മുത്തനബി തങ്ങളതാ പറഞ്ഞു. ഞാൻ പേരൊന്നും പറയില്ല, അങ്ങാനും വല്ല പേരും തെറ്റി പറഞ്ഞുപോയി ആ സാധുവിന് വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരാളെ പേരും പറയണില്ല. അങ്ങനെയൊക്കെ ഫുലാനും ഇല്ലാൻ അങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ടാവും. എന്ന പോലെ ഇച്ചിരി വഴിതെറ്റി ജീവിക്കുകയും കുറച്ച് കുരുത്തക്കേടൊക്കെ പിന്നെ കളിച്ച് തീർന്നിട്ട് കളി കയറി പോരുന്നവരുണ്ട്, റിട്ടയർഡായി പോരും. ഇപ്പൊ നമ്മൾ വേൾഡ് കപ്പ് എന്നൊക്കെ വിരമിച്ചു പോരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ കളിക്കണില്ല, കഴിഞ്ഞു, കളിക്കേണ്ട കാലമൊക്കെ കളിച്ച് തീർത്തു, ഇനി ഞാൻ കളിക്കണില്ല, അങ്ങനത്തെവരുണ്ട്. ഇടക്ക് കാലിനൊരു ഒടിച്ചിൽ വരുമ്പോ കളി നിർത്തുന്നവരുണ്ട്. ഇടക്ക് ഞാൻ ഇങ്ങനെയൊക്കെ വെറുതെ കളിച്ചു തീർത്താൽ മതിയോ എന്ന് ചിന്ത. ഇതൊക്കെ എല്ലാ രാജ്യത്തും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ യൗവനം നമുക്ക് എങ്ങനെ അള്ളാഹുവിന് വേണ്ടി മാറ്റിയെടുക്കാം എന്ന് പറയലാണ്. ഇതിനിടയിൽ മഹാനായ അല്ലാമ അബൂ ഖുദാമത്തു ശാമിയുടെ മുമ്പിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ, മഹാനവറുകൾ അന്ന് റോമക്കാരുമായുള്ള യുദ്ധം നടക്കുന്ന സമയം, അന്ന് ജുമുഅ നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ടതിന്റെ അനിവാര്യതയെ സംബന്ധിച്ചെന്ന് വഅദ് പറഞ്ഞു കൊടുത്തു. വഅദ് പറഞ്ഞു, വല്ലാത്ത വഅദ്. അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ട അനിവാര്യതയെക്കുറിച്ച്. റോമക്കാരുമായി തുർക്കികളുമായി നടക്കുന്ന യുദ്ധമാണെന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ രംഗത്ത് വരണം. ഇസ്ലാമത്ത് സ്റ്റേക്ക്, ജിഹാദിന് പോകേണ്ട ഘട്ടങ്ങൾ ഉണ്ടാവും. വെറുതെ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നതാണ് അപകടം. അതിന്റെ ഘട്ടങ്ങൾ, അതിന്റെ സമയങ്ങളുണ്ട്. ഒരു മുസ്ലിം അമീർ അതിന് നേതൃത്വം കൊടുക്കും. ഇസ്ലാമിക രാജ്യങ്ങൾ അതിൽ തീരുമാനങ്ങൾ എടുക്കും. ഇതൊന്നുമില്ലാതെ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകളിൽ നിന്ന് അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലോക മുസ്ലിമീങ്ങൾക്ക് തന്നെ, കേരളീയ മുസ്ലിമീങ്ങളെ മാത്രമല്ല, ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ, ലോക മനുഷ്യർക്കിടയിൽ തന്നെ ഇസ്ലാം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറാൻ കാരണമാകുന്ന, വളരെ ബുദ്ധിമോശം കൊണ്ട് മാത്രം എടുക്കുന്ന ചില തീരുമാനങ്ങളാൽ യുദ്ധങ്ങളിലേക്ക് എടുത്തു ചാടുന്നവരെ കാണാൻ കഴിയും. സന്ദർഭം നോക്കാതെ, അവസരങ്ങൾ നോക്കാതെ, എന്താണ് കഥ എന്നറിയാതെ. അത് ചെയ്യരുത്. ഇസ്ലാമിക് സ്റ്റേറ്റ് in Iraq and Syria, നമുക്കൊക്കെ അറിയില്ല, എല്ലാവരും കേൾക്കുന്നവരല്ലേ, നമ്മുടെ നാട്ടിൽ പത്രങ്ങളൊക്കെ വായിക്കുന്നവരല്ലേ. ഇസ്ലാമുമായി ഒരു ബന്ധവും ഈ കൂട്ടർക്കില്ല, ഒരു ബന്ധവും ഇസ്ലാമുമായി അവർക്കില്ല. അതിൻ്റെ പേരിലൊക്കെയാണ് കുട്ടികൾ ഇറങ്ങിപ്പോണത്. ഇറാഖിലേക്ക്, യമനിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. ഒരു മനുഷ്യനെ പച്ചയിൽ മുസ്ലിമോ അമുസ്ലിമോ ദിമ്മിയോ കാഫിറോ എന്ന് നോക്കാതെ പച്ചയിൽ ക്രൂരമായി കൊല ചെയ്യുന്ന, മുസ്ലിമീങ്ങളെ കുറിച്ച് പോലും ഒരു ബന്ധവും ഒരു കടപ്പാടും വിധേയത്വം പോലും കാണിക്കാതെ ക്രൂരമായി കൊലപാതകം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്? എനിക്ക് എന്ത് പറയാൻ അധികാരം? എന്ത്?
അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്നൊരിക്കൽ കഅബാലയത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്നിട്ട് പറഞ്ഞു, യാ കഅബതു, കഅബാലയമേ, മാ അഅളമകി, നിന്റെ മഹത്വം എത്രയാണ് കഅബ. വമാ അഅളമ ഹുർമതകി, കഅബാലയമേ, നിന്റെ പവിത്രത എത്ര വലുതാണ്. വല്ലാഹി ലൽ മുഅ്മിനു അഅളമു മിൻ ഹുർമതകി, കഅബാലയമേ, നിന്നെക്കാളും മുസ്ലിമായ മുഅ്മിനായ ഒരു മനുഷ്യൻ അല്ലാഹു മഹത്വം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കഅബാലയത്തെക്കാളും ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലാഹു സ്ഥാനം നൽകിയിട്ടുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അത് പറയാൻ ഒരു കാരണമുണ്ട്. നബി തങ്ങൾ പറയുമായിരുന്നു, ഒരു മുസ്ലിമായ മനുഷ്യൻ കൊലപാതകത്തിന് വിധേയമാകുന്നത്, കൊല ചെയ്യപ്പെടുന്നത് കഅബാലയത്തെ കഷ്ണം കഷ്ണമായി, ഇഷ്ടികയായി, കല്ലുകളായി കഅബാലയത്തെ തച്ചുടക്കുന്നതിനേക്കാളും ഗൗരവമാണ് മുസ്ലിമായ ഒരു നിരപരാധിയെ കൊന്നുകളയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും അറിയാത്ത കൂട്ടർക്ക് ഇസ്ലാം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അത്തരം റിക്രൂട്ട്മെന്റ് ഏജൻസികളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. മഹാനായ അബൂ ഖുദാമത്തു ശാമി റഹ്മത്തുള്ളാഹി അലൈഹി, അന്ന് മുസ്ലിം ലോകം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. തുർക്കികളുമായുള്ള ഒരു യുദ്ധമുണ്ട് അവിടെ. അവരെയാണ് റോമക്കാരെന്ന് പറയാറുള്ളത്. അവര് യൂറോപ്യരായിരുന്നു, ആസ്ഥാനം തുർക്കിയായിരുന്നു. ജുമുഅ കഴിഞ്ഞിങ്ങനെ അബൂ ഖുദാമത്തു ശാമി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് പിന്നെന്ന് വന്നിട്ട് വിളിച്ചു, അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞു. മഹാനവറുകൾ സലാം അടക്കിയില്ല, മുന്നോട്ട് നടന്നു. അസ്സലാമു അലൈക്കും, സലാം അടക്കിയില്ല. അസ്സലാമു അലൈക്കും യാ അബാ ഖുദാമ, അഹാകദാ തതആമലൂൻ ബിനിസായിക്കും. അബൂ ഖുദാമ, ഈ സമൂഹത്തിലെ പാവപ്പെട്ട പെണ്ണുങ്ങളോട് നിങ്ങൾ ഇങ്ങനെ നെവർ മൈൻഡ് ചെയ്യുകയാണോ? അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഒരു മധ്യവയസ്കയായ ഉമ്മയാണ് വന്നിരിക്കുന്നത്. എന്തേന്ന് ചോദിച്ചു. അബൂ ഖുദാമ, നിങ്ങളിന്ന് ജുമുഅക്ക് ശേഷം പറഞ്ഞ മുഴുവൻ ക്ലാസും ഞാൻ കേൾക്കുകയുണ്ടായി, നിങ്ങളുടെ വാദം ഞാൻ കേട്ടു. അതുകൊണ്ട് എന്റെ വക ഇതാ ഈ ഒരു പൊതി, ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നോക്കുമ്പോൾ ആ പൊതിക്കുള്ളിൽ ഒരു കടലാസ് കഷ്ണത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരി എഴുതി വെച്ചിരിക്കുന്നു, അബൂ ഖുദാമ, ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊന്നും ചെയ്തു തരാൻ കഴിയാത്തതുകൊണ്ട്, ഈ യുദ്ധത്തിലേക്ക് വരാൻ കഴിയാത്തതുകൊണ്ട്. മഹാനായ അബൂ ഖുദാമത്തു ശാമി റഹ്മത്തുള്ളാഹി അലൈഹി ആ പൊതി ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അതിലൊരു കടലാസുണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത്രയാണ്, യാ അബാ ഖുദാമ, അല്ലയോ അബൂ ഖുദാമ, നിങ്ങൾ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. ഇതെന്റെ തലമുടിയാണ്, ضفيرتായ എന്റെ തലമുടിയിൽ രണ്ട് ഭാഗമാക്കി പാതിയാക്കി ഞാൻ ചീകി വെച്ചിരുന്ന എന്റെ മനോഹരമായ നീണ്ടു നിൽക്കുന്ന എന്റെ കാർക്കൂന്തലാണിത്, എന്റെ തലമുടിയാണിത്. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എന്റെ തലമുടിയാണിത്, എന്റെ സൗന്ദര്യത്തിന്റെ അടയാളമാണിത്. അബൂ ഖുദാമ, നിങ്ങൾക്ക് എന്റെ വകയായി ഒരു 5 പൈസ പോലും തരാൻ എന്റെ കയ്യിലില്ലാത്തതിന്റെ പേരിൽ എന്റെ തലമുടി 2 ഇഴകളാക്കി ഞാൻ കോതി വെക്കുന്ന, വാർന്നു വെക്കുന്ന എന്റെ മുടി ഞാനിതാ ഈ ദീനിന് വേണ്ടി എന്റെ വകയായി ഞാൻ നൽകുകയാണ്. ഇജ്അൽഹാ ഹിജാമൻ ലിഫറസിക ഫീ സബീലില്ലാഹ്, നിങ്ങളുടെ കുതിര അല്ലാഹുവിന് വേണ്ടി യുദ്ധക്കളത്തിലൂടെ ഓടുമ്പോൾ ആ കുതിരയുടെ മൂക്കുകയറായി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്റെ തലമുടിയായിരിക്കണം. എന്നിട്ട് എനിക്ക് അല്ലാഹുവിനോട് പറയണം, റബ്ബേ, ഒരു യുദ്ധത്തിലേക്ക് ഇടപെടാൻ കഴിയാത്തതിന്റെ പേരിൽ ഞാൻ എന്റെ തലമുടി നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വൽആദിയാതി മബ്ഹൻ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖആ ഫവസത്ന ബിഹി ജംആ. കുളമ്പുകളെ കൊണ്ട് തീപാറിച്ചോടുന്ന പൊടി പലർത്തി യുദ്ധക്കളത്തിലേക്ക്, ശത്രുക്കൾക്കിടയിലേക്ക് അതിരാവിലെ കുതിച്ചു പായുന്ന കുതിരകളെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു പറയുന്ന വൽആദിയാതി മബ്ഹാ.
നിനക്ക് വേണ്ടി ഓടുന്ന കുതിരകളിൽ ഒന്നിന്റെ മൂക്കുകയറായി എന്റെ തലമുടിയായി ഉപയോഗിക്കാൻ ഞാൻ നൽകിയിട്ടുണ്ടല്ലോ റബ്ബേ എന്ന് എനിക്ക് അല്ലാഹുവിനോട് പറയണം. അതുകൊണ്ട് ഇത് സ്വീകരിക്കണം. മഹാനായ അബൂ ഖുദാമ തങ്ങളുടെ കണ്ണ് നനഞ്ഞുപോയി. ഒരു സ്ത്രീയാണ് തന്റെ തല മുഴുവൻ മുട്ടയടിച്ച് അല്ലാഹുവിന് വേണ്ടി സങ്കീർണമായ ഒരു ഘട്ടത്തിൽ അതിൽ കുറഞ്ഞ ഒന്നും അവർക്ക് ചെയ്യാനില്ല. തന്റെ ജീവിതത്തിന്റെ എല്ലാം തന്റെ സൗന്ദര്യത്തിന്റെ എല്ലാം ഒരു 5 കാശ് പോലും കൊടുക്കാനില്ലാത്ത നേരത്ത് ഞാൻ എന്ത് ചെയ്യണം എന്ന് നോക്കി നിൽക്കുന്ന നേരത്ത് തലമുടി മുഴുവൻ ദീനിനു വേണ്ടി കൊടുത്തൊരു പെണ്ണ് യുദ്ധത്തിലേക്ക് നടന്നു പോകുമ്പോ അബൂ ഖുദാമയുടെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. 13 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഒരു ടീനേജർ. അബൂ ഖുദാമ ചോദിച്ചു, എന്തേ? ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. എങ്ങോട്ട്? യുദ്ധത്തിന്. പറ്റില്ല മോനെ, തിരിച്ചു പോവണം. മോൻ ഇതിന് വരാൻ സമയമായിട്ടില്ല, മോൻ തിരിച്ചു പോവണം. ഞാൻ തിരിച്ചു പോവില്ല അബൂ ഖുദാമ, നിങ്ങൾ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. എനിക്കും വേണം അല്ലാഹുവിന്റെ സ്വർഗം, എനിക്കും വേണം അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ എനിക്കുമുണ്ട് ആഗ്രഹം. എന്നെ തിരിച്ചുവിടരുത്. പോകണം മോനെ, നിങ്ങൾക്ക് സമയമായിട്ടില്ല, നിങ്ങൾ ചെറിയ കുഞ്ഞാണിപ്പോ. പറ്റില്ല അബൂ ഖുദാമ, ഞാൻ നല്ല അമ്പെയ്ത്തുകാരനാണ്, നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഉപകാരമായേക്കും. ഒരാളെങ്കിലും ഒരാളെ സൈന്യത്തിലേക്ക് ആവശ്യമായ നേരത്ത് അബൂ ഖുദാമ റളിയല്ലാഹു അൻഹുവിന്റെ അബൂ ഖുദാമത്ത് ശാമിയുടെ മുമ്പിൽ വന്ന് കെഞ്ചുന്ന കീഴുന്ന ഒരു ചെറുപ്പക്കാരൻ. മഹാനവറുകൾ പറഞ്ഞു, മോനെ, എങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ ഒരു കരാറ് വേണം. ഒരു ഷർത്ത് വെക്കുന്നു. എന്താ കണ്ടീഷൻ? ഞാനോ നിങ്ങളോ ആരാണോ ആദ്യമായി യുദ്ധത്തിൽ ഷഹീദാകുന്നത് അവർ അല്ലാഹുവിനോട് പോയി തന്റെ കൂട്ടുകാരന് ശുപാർശ ചെയ്യണം, ശഫാഅത്ത് ചെയ്യണം. ഞാൻ മരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും, നിങ്ങൾ മരിച്ചാൽ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. ഓക്കെ, റെഡിയാണ്, ഞാൻ റെഡി, എന്നാ പോകാം. ആ കുട്ടിയെയും കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുമായി തുർക്കിയിലേക്ക് യാത്ര നീങ്ങുന്നു. മഹാനായ ഒരു യുഗത്തിന്റെ പ്രഭായായിരുന്ന മഹാനായ അബൂ ഖുദാമത്തു ശാമി റഹ്മത്തുള്ളാഹി അലൈഹി യുദ്ധം നടക്കുമ്പോഴാണ് ഒരു 3 അമ്പ് തരുമോ? 3 അമ്പ് ചോദിച്ചു. മോനെ, ഇത് കടം വാങ്ങിക്കാനുള്ള നേരമല്ല, വായ്പ ചോദിക്കാനുള്ള നേരമല്ലല്ലോ. അബൂ ഖുദാമ, എനിക്ക് കിട്ടിയാൽ ഒരിക്കലും എന്റെ ഉന്നം പഴക്കില്ല, ഒന്ന് തന്നേക്കണം. 3 മറ്റൊന്നും എനിക്ക് വേണ്ട. ആദ്യത്തേത് ലക്ഷ്യം കണ്ടു, രണ്ടാമത്തേത് ലക്ഷ്യം കണ്ടു, മൂന്നാമത്തെ ഒരമ്പ് എയ്യാൻ നിൽക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ നെഹറിലേക്ക്, തൊണ്ടയിലേക്ക് ഒരമ്പ് വന്ന് തറക്കുന്നത്. കുതിരപ്പുറത്തുനിന്ന് കുട്ടി താഴെ വീണു. താഴെ വീഴുന്നത് യുദ്ധത്തിന്റെ നേതാവ്, അന്നത്തെ കമാൻഡർ ഇൻ ചീഫ് മഹാനായ അബൂ ഖുദാമ കണ്ടു. മഹാനവറുകൾ ഓടി വന്നു, കുതിരപ്പുറന്ന് താഴെ ഇറങ്ങി ഭൂമിയിൽ കിടന്ന് പടക്കുന്ന ഷഹാദത്ത് വരിക്കാൻ പോകുന്ന പൊന്നുമോനോട് മഹാനവറുകൾ ചോദിച്ചു, മോനെ, ഞാനും നിങ്ങളും തമ്മിലുള്ള കരാർ മോൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താ മോനെ അത്? നമ്മളിൽ ആരാണോ ആദ്യം മരിച്ചു ചെല്ലുന്നത് അവർ തന്റെ കൂട്ടുകാരന് വേണ്ടി ശുപാർശ ചെയ്യണം. മോനെ, നിങ്ങളാണ് ഇവിടെ ആദ്യം മരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അബൂ ഖുദാമയെ നാളെ മഹ്ശറയിലേക്ക് വരുമ്പോൾ മറക്കരുതേ, എന്നെ ഓർക്കണമേ. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എങ്ങാനും ഹിസാബിൽ കടന്ന് വിഷമിക്കുമ്പോൾ എന്നെ രക്ഷപ്പെടുത്തണേ. രക്ഷപ്പെടുത്താം, ഞാൻ അല്ലാഹുവിനോട് പറയും, എനിക്ക് ഓർമ്മയുണ്ടാകും. ആ സന്തോഷം മഹാനവറുകൾ കണ്ണ് നിറയുമ്പോഴാണ് മോൻ ഒരു കടലാസ് കഷ്ണം കൊടുക്കുന്നത്. അബൂ ഖുദാമ, ഇത് നിങ്ങൾ എന്റെ ഉമ്മാക്ക് കൊടുക്കണം. എന്റെ ഉമ്മ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയോ എന്നെ വളർത്തിയത്, ആ ലക്ഷ്യം ഉമ്മ നിങ്ങൾ കണ്ടിരിക്കുന്നുവെന്ന് എന്റെ ഉമ്മയോട് പറയാൻ ഈ കടലാസിന്റെ ഉമ്മാക്ക് കൊടുക്കുമോ? മോനെ, നിന്റെ ഉമ്മയെ അബൂ ഖുദാമക്ക് എവിടെ നിന്ന് തപ്പിപ്പിടിക്കാൻ കഴിയും? നിന്റെ ഉമ്മയെ ഞാൻ എങ്ങനെ അറിയും? നിന്നെ തന്നെ ഞാൻ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടത്. നിന്റെ ഉമ്മയെ എനിക്ക് എവിടെ നിന്ന് കണ്ടാലറിയും? അബൂ ഖുദാമ, നിങ്ങൾക്കറിയാൻ കഴിയും എന്റെ ഉമ്മയെ മറ്റാരുമല്ല, തന്റെ തലമുടി 2 ഇതളുകളായി 2 ഇഴകളായി വെച്ച തലമുടി നിങ്ങൾക്ക് വേണ്ടി പുതിയായി കൈകളിൽ തന്ന ആ ഒരു ഉമ്മയെ ഓർമ്മയുണ്ടോ? ഉണ്ട്. അതെന്റെ ഉമ്മയാണ് അബൂ ഖുദാമ, അതെന്റെ ഉമ്മയാണ്. ഉമ്മയോട് പറയണേ, നിങ്ങളുടെ മോൻ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന് പറയണം. മഹാനായ അബൂ ഖുദാമ തങ്ങൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നു. എന്താണ് ഈ അനുഭവം? ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് ഒരു ഉമ്മ ഈമാനികമായ വെളിച്ചത്തിൽ ഇസ്ലാമിന്റെ പകൽ വെളിച്ചത്തിൽ വളർത്തിയ, അല്ലാഹുവിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത, ദീനിന് വേണ്ടി സജ്ജമാക്കിയ, വഴിതെറ്റ സാധ്യതകളുമുള്ള ഒരു ടീനേജ് പ്രായത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ. ഇബ്നു
ഫബ്നൂ ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് നിങ്ങൾ പണിതു കൊടുക്കണമേ. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, അതിന് നിങ്ങൾ ഹംദിന്റെ വീട് എന്ന് പേര് വെക്കണം. ആ ബൈത്തുൽ ഹംദ് കിട്ടാൻ കാരണമാകുന്ന വിധം ഈ സഹോദരിയും ഉമ്മയും അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു. വഴിതെറ്റുന്ന അഭിനവ യുഗത്തിന്റെ യുവാക്കൾക്കിടയിലാണ് അബൂ ഖുദാമയുടെ മുമ്പിലേക്ക് വരുന്ന ഈ 13കാരന്റെയും ആ 13കാരനെ വളർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉമ്മയെയും നമ്മൾ ഓർക്കുന്നത്. അല്ലാഹു നമ്മുടെ സമൂഹങ്ങളിൽ നന്മ ഉണ്ടാക്കി തരട്ടെ. നന്മ ഇല്ലാതാവുകയും തിന്മയുടെ അധിനിവേശം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹം മൊത്തത്തിൽ തിന്മയിലേക്ക് കൂട്ടുകുത്തുന്നു. അതിനിടയിലാണ് നന്മയുടെ വെളിച്ചം നമ്മൾ കൂട്ടിവെക്കുന്നത്. ആളുകൾ പറയും ലോകം മുഴുവൻ തിന്മയല്ലേ, ലോകത്ത് മുഴുവൻ തിന്മയല്ലേ. അങ്ങനെയല്ല. തിന്മയ്ക്ക് വേണ്ടി ആളുകൾ ആളെ വിളിച്ചപ്പോ ആളുകൾ ചെന്നു. സിനിമാ തിയേറ്ററുകൾ അങ്ങനെയാണ് ആളുകളെ കൊണ്ട് നിറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ കലാമേളകൾ സമൃദ്ധമായത്. അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റുന്ന വിഷയങ്ങളിൽ ആളുകൾ വിളിച്ചപ്പോൾ ഓടിച്ചേർന്നത്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിളിച്ചോ? അള്ളാഹുവിന്റെ വേണ്ടി ആരെങ്കിലും വിളിച്ചോ? അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് ഈ സമൃദ്ധമായ സദസ്സ്. അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജോലി തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ച് ഈ ആൾക്കൂട്ടം മുഴുവനും ഇവിടെ ഇരിക്കുന്നത് നന്മയ്ക്ക് വേണ്ടി വിളിച്ചാൽ ആളുകൾ വരാനുണ്ട്. നന്മയ്ക്ക് വിളിക്കാൻ ആളുകളുണ്ട്. വിളിച്ചാൽ ആളുകൾ വരാൻ റെഡിയാണ്. നന്മയ്ക്ക് വേണ്ടി വിളിക്കുന്നവർ എത്ര പേർ നന്മയിലേക്ക് വിളിക്കുന്നു? പറയുക നബിയേ, ലാ യസ്തവിൽ ഖബീഥു വത്വയ്യിബ്, തിന്മയും നന്മയും ഒരുപോലെയല്ല. വലൗ അഅജബക കസറത്തുൽ ഖബീഥ്, ലോകത്ത് തിന്മയാണല്ലോ കൂടുതൽ എന്ന് കണ്ടങ്ങ് അത്ഭുതപ്പെട്ടു പോയാലും തന്നെയും ശരി, ലോകത്ത് തിന്മയാണല്ലോ കൂടുതൽ, അങ്ങനെ അങ്ങ് തിന്മയുടെ ബാഹുല്യം കണ്ട് അങ്ങ് അത്ഭുതപ്പെട്ടാലും ശരി. ശുദ്ധ ഖുർആൻ പറയാ, നന്മ കുറവാണ്, തിന്മ കൂടുതലാണ് ലോകത്ത്. നബിയേ, ഖുൽ ലാ യസ്തവിൽ ഖബീഥു വത്വയ്യിബ്, നന്മയും തിന്മയും ഒരുപോലെയല്ല നബിയേ. വലൗ അഅജബക കസറത്തുൽ ഖബീഥ്, തിന്മയുടെ ആധിക്യം കണ്ട് അങ്ങ് അത്ഭുതപ്പെട്ടു പോയാലും ശരി. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോളൂ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയമുണ്ട്. ലോകത്ത് തിന്മയാണ് കൂടുതൽ, ഞങ്ങൾ ആ ഭൂരിപക്ഷത്തിന്റെ കൂടെയാണ്. ഇത് പറയണ്ട. നന്മ കുറവാണെങ്കിൽ തന്നെയും ആ നന്മയാണ് അല്ലാഹുവിന് ഇഷ്ടം. തിന്മയുടെ ആളുകൾ ഒരു പക്ഷത്ത് കൂടുതലാണ്, നന്മ കുറവാണ്. പക്ഷേ കുറഞ്ഞ ആ നന്മയാണ് തിന്മയെക്കാളും അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പക്ഷത്ത് നിൽക്കണേ എന്ന് പരിശുദ്ധ ഹബീബിനോട് നമ്മെ പഠിപ്പിക്കാൻ അല്ലാഹു നിർദ്ദേശിച്ചു. അല്ലാഹു നമ്മെ ത്വയ്യിബിന്റെ കൂടെ, നന്മയുടെ കൂടെ നിർത്തി തരട്ടെ. നമ്മുടെ നാട്ടിലും പ്രദേശങ്ങളിലും മഹല്ലുകളിലും ഈ പെരിങ്ങത്തൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ വിശേഷിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ നോട്ടത്തിൽ നമ്മുടെ യുവാക്കളെയും യുവതികളെയും നമ്മുടെ കുടുംബങ്ങളെയും കുടുംബിനികളെയും മക്കളെയും എല്ലാം അല്ലാഹു സംരക്ഷിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്ലുൽ ജന്നതി ശബാബുൻ മുർജ് കുഹ്ലുൻ ലാ തബ്ലാ സിയാബുഹും വലാ യഫ്നാ. അവനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് മനസ്സുകൊണ്ട്, എങ്ങനെയോ അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ ക്രോണിക് ബാച്ചിലർ ഉണ്ടാവുള്ളൂ. ക്രോണിക് ബാച്ചിലർ എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ വേറെ പലതുണ്ട് ഓർമ്മ വരും. അത് എന്തോ ഒരു ഇതിന്റെ പേരാണല്ലോ അല്ലേ. എന്നെന്നും നിലനിൽക്കുന്ന ഒരു യൗവനം അത് സ്വർഗത്തിലേ കിട്ടുള്ളൂ. ക്രോണിക് ഡിസീസ് എന്ന് പറയാറുണ്ട്, മരണം വരെ നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ ക്രോണിക് ബാച്ചിലറായി നിൽക്കാൻ ആഗ്രഹമുണ്ടോ? സ്വർഗലോകത്തേക്ക് എത്തണം. ആ വഴിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന് ഏറ്റവും അനുയോജ്യമായ സമയം 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലമാണ്. യൗവനം തീരുന്ന സമയത്താ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നബുവത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നബിയാകുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വരുന്ന ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും ശബാബുൽ മുർദുൻ. മുർദ് എന്ന് പറഞ്ഞാൽ താടിയോ മീശയോ ഇല്ലാത്തവരാണ്. ആ ഒരു ടീനേജിന്റെ സമയം, മീശക്കനെ മുളച്ചു വരുന്ന പ്രായം, അതിനാണ് മുർദ്, അമ്രത് എന്നൊക്കെ പറയാം.
ആ സമയം അതുപോലെ കുറഞ്ഞ ഷേവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ താടിയും മുടിയും ചീകി വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവിടെ അതൊന്നും ഉണ്ടാവില്ല എന്ന സ്വർഗലോകത്ത് അങ്ങനെയാണെന്നാണ്. ശബാബുൻ യുവാക്കളാണ്. കുഹ്ലുൻ കണ്ണിൽ സുറുമെഴുതിയതുപോലെയാണ്. ലാ തബ്ലാ സിയാബുഹും അവർ ധരിക്കുന്ന വസ്ത്രം ഒരിക്കലും പിഞ്ഞിപ്പോവുകയില്ല, നുരുമ്പിപ്പോവുകയില്ല. വലാ യഫ്നാ ശബാബുഹും അവരുടെ യൗവനവും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. വയസ്സ് കൂടൂല സ്വർഗത്തിൽ. ഇങ്ങനെയാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു തആല അവിടേക്ക് എത്താനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗലോകത്തേക്ക് എനിക്ക് പോവാൻ ആഗ്രഹമുണ്ട് നബിയെ, അങ്ങനെക്ക് ദുആ ചെയ്യുമോ എന്ന് ഒരു പ്രിയപ്പെട്ട ഉമ്മയാണ്, പ്രായമുള്ള ഉമ്മ വന്ന് ചോദിച്ചത് നബിയോട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഉമ്മ, സ്വർഗത്തിലേക്ക് പ്രായമുള്ള ആളുകൾ പോകുന്നില്ലല്ലോ. ലാ തദ്ഖുലുൽ ജന്നത അജൂസ്, പ്രായമുള്ള പെണ്ണുങ്ങൾ സ്വർഗത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. നബി തങ്ങൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, യാ ഉമ്മ ഫുലാൻ, സഹോദരി, നിങ്ങൾ അറിഞ്ഞില്ലേ അല്ലാഹു പറഞ്ഞത്, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉർബൻ അത്റാബാ. സ്വർഗത്തിലേക്ക് വരുമ്പോ പ്രായമായ ഉമ്മൂമാക്ക് വയസ്സ് 33 തന്റെ പേരക്കുട്ടിക്കും നബിയേ, എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരിൽ മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോൾ 16 വയസ്സായിരുന്നു. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മുസ്തജാബ് ദഅവയായ ദുആഇന് ഉത്തരം കിട്ടുമായിരുന്ന സ്വഹാബി, ഹബീബിന്റെ കൂടെ വന്ന സഅദ് റളിയല്ലാഹു അൻഹു. നമ്മൾ സഅദ് എന്നവരുടെ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും 50, 60, 70 ഒക്കെ വയസ്സുള്ള വലിയ പ്രായമുള്ള ആളായിരിക്കുമെന്ന്. സഅദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോ 17 സന, 17 വയസ്സാണ് പ്രായം. 17 വയസ്സുകാരനാണ് മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളുടെ കൂടെ കൂടിയ സ്വഹാബിമാരിൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, സാലിം മൗല അബൂ ഹുദൈഫ, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ 20-ൽ താഴെ പ്രായമുള്ളവരായിരുന്നു. ഇസ്തഖ്റഉൽ ഖുർആന മിൻ 4 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ ചോദിച്ചു പഠിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ പണ്ഡിതന്മാരായിരുന്ന 4 സ്വഹാബിമാരിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കഴിച്ചാൽ ബാക്കി 3 പേരും യുവാക്കളാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, സാലിം മൗല അബീ ഹുദൈഫ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇവരെല്ലാം ചെറുപ്പക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കഴിഞ്ഞിരുന്ന സ്വഹാബികളിൽ ബഹുഭൂരിഭാഗം ചെറുപ്പമല്ലയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോ സിദ്ദീഖ് തങ്ങളുടെ വയസ്സ് എത്രയാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോൾ മഹാനവറുകൾക്ക് 37 വയസ്സാണ് പ്രായം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് 37 വയസ്സ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ ദീനിലേക്ക് കയറുമ്പോൾ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പിൽ 50ാമത്തെ മെമ്പർഷിപ്പുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ മഹാനവർക്ക് പ്രായം 27 ആമ, 27 വയസ്സായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു. യുവാക്കളാണ്, ചെറുപ്പക്കാരാണ് ഇവരൊക്കെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ, ബിലാൽ ഇബ്നു റബാഹ് എന്നവരെ, മുസ്അബ് ഇബ്നു ഉമൈർ എന്നവരെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരെ, സഈദ് ഇബ്നു സൈദ് എന്നവർ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവരെ, സഅദ് ഇബ്നു അബീ വഖാസ് എന്നവർ എല്ലാവരും യുവാക്കളായിരുന്നവല്ലോ. യൗവനം അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തു. പിന്നെ കൊയ്തെടുത്തത് സ്വർണ്ണമാണ്, കൊയ്തെടുത്തത് സ്വർഗമാണ്, കൊയ്തെടുത്തത് നന്മയാണ്. അതുകൊണ്ടാണ് വിധങ്ങൾ പറയുമായിരുന്നത്, മനുഷ്യരെ, യുവാക്കളെ, നിങ്ങൾ ഓർക്കണമേ, 5 അവസ്ഥകളിൽ നിന്ന് മറ്റൊരു 5 അവസ്ഥകളിലേക്ക് നമ്മൾ മാറിപ്പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് 5 അവസ്ഥകൾ നിങ്ങൾ മുതലെടുക്കണം. ഹയാതക ഖബ്ല മൗതിക്, മരണം വരുന്നുണ്ട്, ജീവിതം നിങ്ങൾ മുതലെടുക്കണം. വസുഹതക ഖബ്ല സഖമിക്, ആരോഗ്യമുണ്ട് ഇപ്പോ, എന്നാൽ ഇനി രോഗം വരും, അതുകൊണ്ട് ആരോഗ്യമുള്ള സമയം
നിങ്ങൾ അല്ലാഹുവിന് കൊടുക്കണം. വഫറാഗക ഖബ്ല ശുഗ്ലിക, തിരക്ക് പിടിച്ച സമയം വരാനിരിക്കുന്നുണ്ട്, അതുകൊണ്ട് വെക്കേഷനുകൾ അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം, ഒഴിവ് സമയം ലീവുകൾ അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം. വശബാബക ഖബ്ല ഹറമിക, പ്രായാധിക്യം വരാൻ പോകുന്നുണ്ട്, യൗവനം അല്ലാഹുവിന് കൊടുക്കണം. വഗിനാക ഖബ്ല ഫഖരിക, പൈസയെല്ലാം കയ്യിൽ നിന്ന് തീർന്നുപോയി, ദാരിദ്ര്യം വരാനിരിക്കുന്നുണ്ട്, അതുകൊണ്ട് യൗവനം അല്ലാഹുവിന് വേണ്ടി കൊടുക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലയോ ഇമാമുന ശാഫിഈ തങ്ങൾ, ഇന്നത്തെ ഫലസ്തീനിലെ ഗസയിൽ ജനിച്ച മഹാനവറുകൾ. നമ്മുടെ പത്രക്കാരൊക്കെ ഗാസ എന്ന് എഴുതൂലേ, ഗാസ മുനമ്പ്, ഗാസ ശരിക്കത് ഗസയാ, ഫലസ്തീനിലെ ഗസ. അവിടെയാണ് നമ്മുടെ ഇമാമവറുകൾ ഇമാമുന ശാഫിഈ തങ്ങൾ ജനിക്കുന്നത്. ചെറിയ കുട്ടിയായിരുന്നു, ഉലമാഇനോട് വലിയ ഇഷ്ടമായിരുന്നു, ഇൽമിനോട് ഇഷ്ടമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് പലകകൾ കൊടുത്തയച്ചത് ഇമാമുന ശാഫിഈ തങ്ങൾക്ക് എഴുതി പഠിക്കാൻ വേണ്ടി. 7 വയസ്സായപ്പോഴേക്കും വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുകയും 10 വയസ്സായപ്പോഴേക്കും പരിശുദ്ധമായ മുവത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ലോകത്താദ്യമായി ക്രോഡീകരിച്ച ഹദീസും ഫിഖ്ഹും അടങ്ങിയ മുവത്ത മനഃപ്പാഠമാക്കുകയും 12 വയസ്സായപ്പോൾ ഫത്വ കൊടുക്കാനുള്ള യോഗ്യത നേടുകയും ചെയ്ത മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 12ാമത്തെ വയസ്സിലാണ് ഫത്വ കൊടുക്കാനുള്ള മഹത്വം കൈവരിക്കുന്നത്. 10ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്ന സമയം നമ്മൾ പറയാം അല്ലെ, +2ലേക്കൊക്കെ കയറുന്ന സമയം ഫത്വ കൊടുക്കുകയാണ്. ആലിമീങ്ങൾ അവരെ വന്നാണ് കണ്ടുപഠിച്ചത്, ആലിമീങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചെടുത്തത്. ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മുടെ മക്കളിൽ ആലിമീങ്ങളും ഹാഫിളീങ്ങളും പണ്ഡിതന്മാരും ഉണ്ടാവണമെന്ന് കൊതിയൂറുന്നത് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് കാണുമ്പോഴാണ്, അവരെ വളർത്തിയ ഉമ്മമാരെ നോക്കുമ്പോഴാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് 10 വയസ്സായപ്പോൾ മഹാനവറുകളോട് പറഞ്ഞത്, യാ അഹ്മദ്, അഹ്മദേ സാഫിർ ഫീ തലബിൽ ഇൽമ്, ഇൽമ് പഠിക്കാൻ വേണ്ടി മോൻ ഇനി യാത്ര പോകണം, ഇനി ഒറ്റയ്ക്ക് യാത്ര പോകണം, ഇൽമ് പഠിച്ചിട്ട് വാ. 10 വയസ്സായപ്പോഴേക്കും സുബ്ഹാനല്ലാഹ്, നമ്മൾ 10 വയസ്സുള്ള കുട്ടിയെ ഒറ്റയ്ക്ക് പെരിങ്ങത്തൂരിന്ന് കോഴിക്കോട്ടേക്ക് ബസ്സിൽ പറഞ്ഞയക്കോ? അന്നത്തെ കാലം എങ്ങനെയാണ്? അപകടം പതിഞ്ഞിരിക്കുന്ന കാലം. അങ്ങനെയാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ പ്രഗത്ഭനായ പണ്ഡിതനായി വളർന്നു വരുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികൾ അങ്ങനെയാണ് പഠിക്കണം. ഇന്നത്തെ വിദ്യാർത്ഥികൾ വാട്സപ്പ് കളിക്കുകയാണ്, മൊബൈൽ കളിച്ചിരിക്കുകയാണ്. ടീച്ചറെ കണ്ണു തെറ്റിയ മൊബൈൽ എടുത്തു, മെസ്സേജ് അയച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രെയിൻ വർക്ക് ചെയ്യാത്ത അവസ്ഥയാണ്, ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥിനികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. തീർച്ചയായും നമ്മുടെ മക്കൾ മുമ്പിലെത്തേണ്ടവരാണ്, അവരാണ് മുൻപന്തിയിലെത്തേണ്ടത്. എത്രയോ സ്ഥലങ്ങൾ അതിന്റെ മാതൃകകളാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാമ ഇബ്നു ജരീർ തുബരി തങ്ങൾ സ്വന്തം ശിഷ്യന്മാരോട് ചോദിച്ചു, നമുക്ക് ലോക ചരിത്രം എഴുതി വെച്ചാൽ എന്താണ്? നിങ്ങൾ റെഡിയാണോ ലോക ചരിത്രം എഴുതാൻ? നമ്മുടെ പന്തലിലേക്കൊന്ന് കയറിയിരിക്കുക, ചെറിയ മഴയുണ്ട്, അതുകൊണ്ട് മഴ കൊള്ളാണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് സഹോദരിമാരൊക്കെ ഇന്ന് പന്തലിലേക്ക് മാറിയിരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, اللهم على الآكام والجبال ومنابت الشجر. എന്റെ കൂടെ ചൊല്ലിക്കോളൂ, اللهم حوالينا ولا علينا, اللهم على الآكام والجبال ومنابت الشجر. അല്ലാഹുവിനോട് മഴ വേണ്ട എന്ന് പറയരുത്, പടച്ചവനെ ഞങ്ങൾക്ക് ചുറ്റും മഴ കൊടുക്കണമേ എന്ന് പറയാം. അല്ലാഹു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ പരിപാടി അല്ലാഹു ജയിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾക്ക് ചുറ്റും മലമുകളിലേക്കും കാടുകളിലേക്കും മഴ കൊടുക്കണമേ. അങ്ങനെ അതുവരക്കെ മഴ പെയ്യുമ്പോൾ നമുക്ക് വേണ്ട പടച്ചോനെ മഴ എന്ന് പറയരുത്, നിഅ്മത്ത് തട്ടിക്കളയരുത്. അല്ലാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യുക.
മഹാനായ അല്ലാമ മുഹമ്മദ് ഇബ്നു ജരീർ അത്ത്-തബരി റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ തഫ്സീർ അത്ത്-തബരിയുടെ മുഅല്ലിഫും മുഫസ്സിറുമായ മഹാനവറുകൾ ശിഷ്യന്മാരോട് ചോദിച്ചു, ചരിത്രം എഴുതുകയല്ലേ? എത്ര ചരിത്രം എന്നറിയോ? മില്ലദുൻ ആദം ഇലാ യൗമിനാ ഹാദാ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നത്തെ കാലം വരെയുള്ള ചരിത്രം ഇബ്നു ജരീർ അത്ത്-തബരി തങ്ങൾ ജീവിച്ചിരിപ്പുള്ള ആ കാലഘട്ടം വരേക്കുമുള്ള ചരിത്രം നമുക്ക് എഴുതുകയല്ലേ? വിദ്യാർത്ഥികൾ പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്. സാദ് പറഞ്ഞെന്നാൽ ഞങ്ങൾ എഴുതിക്കൊള്ളാം. എത്ര പേജ് കാണും? മഹാന്മാർ പറഞ്ഞു, ഫീ 30,000 വറഖ, 30,000 പേജുകളിൽ. ഇന്നത്തെ DTP കമ്പ്യൂട്ടർ ഒന്നും ഇല്ലല്ലോ, മഷീൽ മുക്കിയിട്ട് എഴുതണ്ടേ. 30,000 പേജുകൾ എഴുതുമ്പോഴേക്കും മരിച്ചു പോവില്ലേ ഉസ്താദേ? നമുക്ക് പൂർത്തിയാക്കാൻ കഴിയോ? ഒന്ന് ചുരുക്കിക്കൂടെ? ഒന്ന് ബ്രീഫായിട്ട് എഴുതാം. എന്നാൽ നമുക്ക് ലോക ചരിത്രം 3000 പേജുകളിൽ നമുക്ക് എഴുതാം. 30,000 കഴിയൂലേ? എന്നാ 3000-ൽ എഴുതാം. അത് റെഡിയാണ്. അങ്ങനെ 3000 പേജുകളിൽ ലോക ചരിത്രം എഴുതി മഹാനായ മുഹമ്മദ് ഇബ്നു ജരീർ അത്ത്-തബരി റളിയല്ലാഹു അൻഹു. ഇനി അതല്ല വിഷയം. അത് കഴിഞ്ഞു 30,000-ൽ നിന്ന് 3000-ആയി ബ്രീഫ് ചെയ്ത് ചരിത്രം എഴുതി. പിന്നെ ചോദിച്ചു, നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എഴുതിയാലോ? റെഡിയാണോ? നമ്മുടെ കുട്ടികളൊക്കെ ഒരു പേജ് എഴുതുമ്പോഴേക്കും കൈ വഴഞ്ഞു, ടീച്ചറെ ഇനി വെല്ലടിക്കാനായോ, വിട്ടു പോവാനായോ? മടിയന്മാരാണ് അല്ലെ അധിക പേരും. 30,000 കൂടുതലല്ലേ? അന്നത്തെ നമ്മൾ ആലോചിക്കണം. മഷി കുത്തി 2 അക്ഷരം എഴുതാൻ പറ്റൂ, പിന്നെ വീണ്ടും മഷി കുത്തണം പേനയിൽ. അങ്ങനത്തെ അന്നത്തെ കാലം 3000 എഴുതിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ കലാം നമുക്കൊന്ന് വ്യാഖ്യാനിച്ചുകൂടെ? നമുക്കൊന്ന് തഫ്സീർ എഴുതിക്കൂടെ? ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതാം. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ഉസ്താദേ എത്ര പേജ് കാണും? 30,000 വറഖ, 30,000 പേജുകളിൽ. അല്ലാഹ്, കൂടുതലാണ് ഉസ്താദേ, ഒന്ന് ചുരുക്കുക, അല്പം ഡിസ്കൗണ്ട് വേണം. എന്നാ 3000 റെഡിയാണോ? റെഡി. 3000-ന് റെഡിയാണ്. അങ്ങനെയാണ് 3000 പേജുകളിൽ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എഴുതിയത് മഹാനായ മുഹമ്മദ് ഇബ്നു ജരീർ അത്ത്-തബരി തങ്ങൾ. എന്നിട്ട് തന്റെ വിദ്യാർത്ഥികളോട് മഹാനവറുകൾ പറഞ്ഞു, മനോധൈര്യവും മനക്കരുത്തുമൊക്കെ മരിച്ചുപോയല്ലോ. എന്താ മക്കളെ, നിങ്ങൾക്ക് മനക്കരുത്തില്ലല്ലോ? 30,000 പറഞ്ഞപ്പോഴേക്കും ആവില്ലെന്ന് പറയാണോ? മനക്കരുത്ത് മരിച്ചുപോയല്ലോ. 3000 എഴുതിയവരെ വേറൊരു 3000 എഴുതി 6000 പേജുകളിൽ തഫ്സീറും ലോക ചരിത്രവും എഴുതിയതിന്റെ ശേഷം മഹാനവറുകൾ പറഞ്ഞു, മക്കളെ നിങ്ങൾക്കൊന്നും മനോധൈര്യമില്ലല്ലോ, മനക്കരുത്തില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഇപ്പൊ എന്താ ചെയ്യണേ? ഭക്ഷണം കഴിക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, എഴുന്നേറ്റ് ഓടുന്നുണ്ട്, കല്യാണം, സൽക്കാരം, കുടിയിരിക്കല്, കുട്ടിന്റെ മുടിയളച്ചില്, പള്ള കാണല്, എന്തൊക്കെയോ പരിപാടികളല്ലേ. എങ്ങനെ ഭക്ഷണം കഴിച്ച് നടക്കുന്ന വേറെ ഒരു പരിപാടി കാര്യമായിട്ട് തല കൊടുക്കണ ഏർപ്പാടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അങ്ങനെ ആയിട്ട് നമ്മൾ എന്താ തല കൊടുത്ത് ചിന്തിക്കുന്നത്? ഒരു പുസ്തകം വായിച്ചാൽ പെണ്ണുങ്ങൾ അപ്പൊ ഉറങ്ങുന്ന, അപ്പൊ ഉറക്കം വരാൻ ഉറക്കുകൂളിയല്ല വേണ്ടത്, പുസ്തകം കൊടുത്താൽ മതി, അത് വായിച്ചാൽ അപ്പൊ ഉറങ്ങുവരെ. അപ്പൊ എന്താ നമ്മുടെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം? എന്താണ് നമ്മുടെ വായനാശീലം? എവിടെയാണ്? മഹാനായ അബുൽ വഫാ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് കിതാബുൽ ഫുനൂൻ എന്ന് പറഞ്ഞ ലോക പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത്. കിതാബുൽ ഫുനൂൻ എത്രയെന്നറിയോ? 800 വോള്യം. 800 വോള്യമുള്ള ഗ്രന്ഥമാണ് കിതാബുൽ ഫുനൂൻ. ലോക എഴുത്തുകാരുടെ കണ്ണ് തള്ളിച്ച രംഗമാണിത്. 800 വോള്യം. നമ്മൾ വിചാരിക്കും ഒരു വോള്യം ആകെ 100 പേജായിരിക്കും. അല്ല, മിനിമം ഒരു വോള്യത്തിന് 600 പേജ് വേണം. 600 പേജ് ഉണ്ടാകുമ്പോഴേ അറബിയിൽ അതിന് ഒരു മുജല്ലദ് എന്ന് പറയൂ. അങ്ങനെ 800 വോള്യങ്ങളിൽ ഗ്രന്ഥം, ഒരൊറ്റ കിതാബ് മാത്രം, കിതാബുൽ ഫുനൂൻ എഴുതിയ മഹാനായ ഇബ്നു അഖീൽ അബുൽ വഫാ റഹ്മത്തുള്ളാഹി അലൈഹി. ആലോചിച്ചാൽ നമ്മൾ എന്താ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. യൗവനകാലമാണ് ഇതിനൊക്കെ അവർ ചെലവഴിച്ചത്. ഇമാമുന സഹീഹുൽ ബുഖാരിയുടെ മഹാനായ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ബുഖാരി ഇമാം 16 വർഷം എടുത്തിട്ടാണ് സഹീഹുൽ ബുഖാരി ഉണ്ടാക്കിയത്. 16 കൊല്ലത്തെ അധ്വാനം. 17ാമത്തെ വയസ്സിലാ തുടങ്ങുന്നത് ഹദീസിന്റെ ക്രോഡീകരണം. അങ്ങനെ 17 കൊല്ലം എടുത്ത
ാണ് നമ്മൾ സ്വഹീഹുൽ ബുഖാരി എന്ന ഹദീസ് എടുത്തിട്ട് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാർ ഇമാമുന ബുഖാരി തങ്ങൾ 5 വയസ്സുള്ളപ്പോ ഇമാമുന ബുഖാരി തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. കണ്ണിന്റെ കാഴ്ച പോയി. നല്ല കുട്ടിയായിരുന്നു. 5 വയസ്സായപ്പോ കണ്ണിന്റെ കാഴ്ച പോയി. സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയാണ് ദുആ ചെയ്തത്, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാൻ തീരുമാനിച്ചു റബ്ബേ, എന്റെ കുഞ്ഞിന് കാഴ്ച കൊടുക്കണം, എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് വലിയൊരു ആലിമാക്കണം, എന്റെ കുഞ്ഞ് വളർന്നു വലുതായി വലിയൊരു പണ്ഡിതനായി വരണം റബ്ബേ, എന്റെ കുഞ്ഞിന്റെ കണ്ണിന്റെ കാഴ്ച നീ കൊടുക്കണമേ എന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചു കിട്ടിയ മഹാനായ ഇമാമുന ബുഖാരി തങ്ങൾ. ഒരു ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് അല്ലാഹു നമുക്ക് കാണിച്ചു തന്ന അനുഭവമാണ് ബുഖാരി ഇമാമിന്റേത്. കാഴ്ച പോയി, ഉമ്മയുടെ ദുആയാണ്. ഉമ്മ ദുആയിരുന്നു, അല്ലാഹു കൊടുത്തു. അങ്ങനെയാണ് ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, ഉപ്പായുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ മക്കൾക്കെതിരായി നിങ്ങൾ ദുആ ചെയ്യരുതേ, മക്കൾക്കെതിരായി ദുആ ചെയ്യരുത്. നബിതങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തദഉ അലാ അൻഫുസികും, നിങ്ങൾക്കെതിരായി ദുആ ചെയ്യരുത്. വലാ തദഉ അലാ അഹ്ലീകും, നിങ്ങളുടെ ഭാര്യ മക്കൾക്കെതിരായി നിങ്ങൾ ദുആ ചെയ്യരുത്. വലാ തദഉ അലാ ഔലാദികും, നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അവർക്കെതിരായി ദുആ ചെയ്തു പോവല്ലേ. വലാ തദഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരായും ദുആ ചെയ്യരുത്. നിങ്ങളുടെ സമ്പത്തിനെതിരായി, വീടിനെതിരായിട്ട് വാഹനം ബ്രേക്ക് ഡൗൺ ആയി, മൊബൈൽ വർക്ക് ചെയ്യണില്ല, ലക്ഷണം കെട്ട മൊബൈൽ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്ത് ചെയ്യാ? നിങ്ങളുടെ സമ്പത്തിനെതിരായി ദുആ ചെയ്യരുത്. തങ്ങൾ പറയുമായിരുന്നു നിങ്ങളുടെ വാഹനങ്ങൾക്കെതിരെ. അന്നത്തെ മൃഗങ്ങൾ എങ്ങനെയാണ്? മൃഗങ്ങൾ വാഹനങ്ങളാണെന്ന്. വാഹനങ്ങൾക്കെതിരായും ദുആ ചെയ്യരുത്. ലിഅല്ലാ തുവാഫിഖൂ മിനല്ലാഹി സാഅ ലാ യുസ്അലു ഫീഹാ അതാഅൻ ഇല്ലാ അജാബ്. ചില നേരങ്ങളിൽ അല്ലാഹുവിനോട് എന്ത് ചോദിക്കുന്നുവോ അത് അല്ലാഹു കൊടുത്തിരിക്കും. ഒരുപക്ഷേ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ മക്കൾ നിനക്കും നിന്റെ മുൻഗാമികൾക്കും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അവര് ലോകത്ത് നടന്ന് പ്രവർത്തിച്ചവരാണ്. നീ ഇരുന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നുള്ളൂ, നീ ഒന്നും ചെയ്യുന്നില്ല, വാട്സപ്പ് മെസ്സേജ് മാത്രം. അവർ അല്ലാഹുവിന് വേണ്ടി അധ്വാനിച്ചവരാണ്. നീ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുകയല്ലേ, നീ വർത്തമാനം പറഞ്ഞിരിക്കല്ലേ, അവരധ്വാനിച്ചവരാണ്. അതുകൊണ്ട് യൗവനം അല്ലാഹുവിന് വേണ്ടി കൊടുത്ത ആളുകൾ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നമ്മുടെ യുവാക്കളോട് സംവദിക്കുന്ന പോലെ ഒരു വളരെ മനോഹരമായ സംഭവം. തന്റെ പ്രിയപ്പെട്ട മകൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ 1000 ദിർഹം ചെലവഴിച്ചിട്ട് ഒരു മോതിരം വാങ്ങിച്ചു എന്ന് കേട്ടു. 1000 ദിർഹമിന് പോർഷായിട്ട് ജീവിക്കുക. അത് ഇന്നത്തെ യൗവനത്തിന്റെ ഒരു ട്രെൻഡാണ്. പോർഷായിട്ട് ജീവിക്കുക, അള്ളാഹുവിനെ ശുക്ർ ചെയ്യാതെ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, അങ്ങനെയുള്ള പറയല്ലേ. നിബിധങ്ങൾ പറയുമായിരുന്നു, അന്ത്യനാളിനോടടുക്കുമ്പോൾ മനുഷ്യന്മാരുടെ ചിന്ത രണ്ടേ രണ്ട് ചിന്തകളെ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ പറയുന്നത് ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആകെ മനുഷ്യൻ ജീവിക്കുന്നത് 2 ആഗ്രഹങ്ങൾക്ക്. അങ്ങനത്തെ ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പുണ്ടെന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണെന്നറിയോ? ഹമ്മുഹും വൽ ബത്നു വൽ ഫർജ്. ആകെയുള്ള ആഗ്രഹം ഭക്ഷണം കഴിക്കുക, ആകെയുള്ള ആഗ്രഹം ഭക്ഷണം കഴിക്കുക. ഒരു പുതിയ റെസ്റ്റോറന്റ് കോഴിക്കോട് തുറന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് വണ്ടി എടുത്ത് പോവാ, അല്ലെങ്കിൽ വടകര പുതിയ റെസ്റ്റോറന്റ് വന്നു, അല്ലെ ഇന്നൊരു പുതിയ വിഭവം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എംആർഐ നാട്ടേതാണല്ലോ അല്ലേ? നല്ല എംആർഐ പോയിട്ട് നല്ലൊരു ഫുഡൊക്കെ അടിച്ചിട്ട് വരാം. നോമ്പുറക്കാൻ ഇവിടുന്ന് പെരിങ്ങത്തൂരിന്ന് എംആർഐക്ക്, നോമ്പുറക്കാൻ വേണ്ടി മണ്ണാറക്കാട്ടുന്ന എംആർഐക്ക് വന്ന ആളെ ഞാൻ അറിയാം. ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, ആ ഹോട്ടലുകാരല്ല ആരൊക്കെ വന്നു ഈ കഴിഞ്ഞ റമദാനിൽ നോമ്പുറക്കാൻ വേണ്ടിയിട്ട് ഷൊർണൂരപ്പുറത്ത് വണ്ടി എടുത്ത് വന്നു, എംആർഐ പോയിട്ട് നോമ്പുറക്കാൻ. സുബ്ഹാനല്ലാഹ്, കുഴപ്പമൊന്നുമില്ല, നോമ്പുറക്കാൻ, നോമ്പുറ്റവരാണ്.
പക്ഷേ ആഗ്രഹം വെറും ഭക്ഷണം കഴിക്കുക, വൽ ഫർജു ഭോഗിക്കുക, ഭക്ഷിക്കുക, ഇത് രണ്ടും ചിന്തകൾ മനുഷ്യനെ പിരിമുറുക്കുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി. ആകെ ആഗ്രഹം ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഭക്ഷണം വേറൊന്നുമില്ല. പിന്നെ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുക, ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നും ചിന്ത വരാത്തൊരു കാലം, പേടിക്കേണ്ട കാലമാണെന്ന് റസൂലുള്ളാഹി. അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തകളല്ലല്ലോ കാണാൻ. നമ്മൾ പോകുന്ന റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ആകെ നോക്കൽ എന്താ? നല്ല റെസ്റ്റോറൻറ്റുകളുണ്ടോ, നല്ല വഴിയോരത്ത് ഫാമിലി സൗകര്യമുള്ള റെസ്റ്റോറൻ്റ് ഉണ്ടോ, നല്ല ഭക്ഷണം, നല്ല ജ്യൂസ്, നല്ല ചായൻ്റെ കടി കിട്ടുന്ന സ്ഥലം, നല്ല ചായ, ഇതൊക്കെ ഭയങ്കര ഹൈഫലാകാരം. നമുക്ക് നിസ്കരിക്കാൻ പറ്റിയ നല്ലൊരു റാഹത്തുള്ള പള്ളി ഉണ്ടോ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ ബോർഡുകളും കാണില്ല. അതാ രസം. ആകെ തിന്നാനും വിളിക്കുന്ന സ്ഥലമാണ് നമ്മൾ ആകെ ശ്രദ്ധിക്കുന്നത്. ഹമ്മുഹും അൽ ഫർജു വൽ ബത്ൻ, ഭോഗിക്കലും ഭക്ഷിക്കലും മാത്രം ചിന്തയായി നടക്കുന്ന കാലം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ 1000 ദിർഹമിന്റെ ഒരു മോതിരം വാങ്ങിച്ചപ്പോഴാണ് സ്വന്തം മോന് കത്തെഴുതിയിട്ട്, വിദൂരത്തുണ്ടായിരുന്ന മോന് കത്തെഴുതി, ബഹുമാനപ്പെട്ടവർ, മോനെ ലഖദ് ബലഗനി, എനിക്കറിയാൻ സാധിച്ചു, അന്നകശ്തറൈത ഖാതമൻ ബി1000 ദിർഹം, 1000 ദിർഹമിന് ഒരു മോതിരം നീ വാങ്ങിച്ചു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഫഇൻ വസലക കിതാബി ഹാദാ, ഈ കത്ത് നിന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫബിഉഹു, നീ അത് വിൽക്കണം. വതസദ്ദഖ് അലാ കുല്ലി ജാഇൻ ബിദിർഹമിൻ, വിശക്കുന്ന ഓരോരുത്തർക്കും 1 ദിർഹം വീതം നീ സ്വതക്ക കൊടുക്കണം. 1000 പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്ത് നിന്റെ 1000 ദിർഹം നീ എന്ത് ചെയ്യണം? അല്ലാഹുവിന് വേണ്ടി പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കണം. വത്തഖിദ് ലക ഖാതമൻ ഗൈറ, വേറെ ഏതെങ്കിലും ഒരു ചെറിയ മോതിരം നീ വേറെ വാങ്ങിക്കോ, എന്നിട്ട് അതിന്റെ മേൽ എഴുതിക്കോളൂ, റഹിമല്ലാഹു റഅൻ ഖദറ നഫ്സി, റഹിമല്ലാഹു റഅൻ അറഫ ഖദറ നഫ്സിഹി, സ്വന്തത്തെ മനസ്സിലാക്കിയ ഒരു മനുഷ്യന് അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന് നീ അതിന് ചെറുതായിട്ടൊന്ന് എഴുതി വെക്കണം. മോതിരത്തം എഴുതി വെക്ക, റഹിമല്ലാഹു റഅൻ അറഫ ഖദറ നഫ്സി, സ്വന്തത്തെ കുറിച്ചൊരു അവബോധമുള്ള ഒരാൾ, അത്തരം ആളുകൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നീ അതിന്മേൽ എഴുതി വെച്ചിട്ട് ഒരു ചെറിയ മോതിരം നീ ഉണ്ടാക്കിക്കോ. ഈ 1000 ദിർഹമിന്റെ മോതിരം മോന് വേണ്ട എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വന്തം മക്കളിൽ ആർഭാടങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അവർക്ക് അച്ചടക്കം പഠിപ്പിക്കുകയായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു യൗവനത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക്, മഹാനായ ഉമർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മക്ക ഫതഹ് നടക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഉപ്പ ചെന്നു. അംർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് നബി തങ്ങളുടെ അരികത്ത് നിന്ന് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി കുടുംബങ്ങളിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ജിഅ്തുകും മിൻ ഇൻദി റസൂലില്ലാഹി ഹഖ്ഖാ, സത്യമായും അല്ലാഹുവിന്റെ ദൂതന്റെ അരികത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ആ നബി തങ്ങൾ പറഞ്ഞു, സ്വല്ലു സ്വലാത കദാ ഫീ ഹീനി കദാ, നിങ്ങൾ ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്ന ഫർള് നിസ്കാരം നിർവഹിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫഇദാ ഹളറത്തിസ് സ്വലാഹ്, നിസ്കാരം ആസന്നമായാൽ ഫൽയുഅദ്ദിൻ അഹദുകും, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കണമെന്നും നബി തങ്ങൾ പറഞ്ഞു. വൽയഉമ്മകും മഖറഉകും ലികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ശരിക്കും പഠിച്ച ആളുകൾ നിങ്ങളിൽ നിന്ന് ഇമാം നിൽക്കുകയും ചെയ്യണം. അംർ റളിയല്ലാഹു അൻഹു പറയാണ്, നോക്കുമ്പോൾ എന്നെക്കാളും ഖുർആൻ പഠിച്ച ഒരാളും ഞങ്ങളുടെ കുടുംബത്തിലോ തറവാട്ടിലോ ഇല്ല. എനിക്കന്ന് 7 വയസ്സാണ്. ഞങ്ങളുടെ നാട്ടിലൂടെ മുസ്ലിമീങ്ങളായ യാത്രാസംഘം കടന്നു പോകുമ്പോൾ ഞാൻ അവരോട് ചെന്ന് ചോദിക്കും, നിങ്ങൾക്ക് കിട്ടിയ ഖുർആൻ എങ്ങനെയാണ്? എനിക്കൊരു സൂറത്ത് പഠിപ്പിച്ചു തരോ, ഒരായത്ത് പഠിപ്പിച്ചു തരോ? കച്ചവടക്കാരാണ് എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത്. 7 വയസ്സിൽ നിന്നാണ് ഞാൻ ഖുർആൻ പഠിച്ചെടുക്കുന്നത്. അന്ന് ഞാൻ മുസ്ലിമല്ല. അമുസ്ലിമീങ്ങളായ എത്രയോ ആളുകൾ ഖുർആൻ ഓതുന്നുണ്ട്. നിങ്ങൾ കാണാറില്ല ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ. അമുസ്ലിമീങ്ങളായ ആളുകൾ വളരെ മനോഹരമായിട്ട് ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടു. സുബ്ഹാനല്ലാഹ്. മഹാനായ അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു അന്ന് കുട്ടിയാണ്, 7 വയസ്സുള്ള കുട്ടിയാ, മുസ്ലിം പോലും അല്ല, കുടുംബത്തിൽ ആരും മുസ്ലിം ആയിട്ടില്ല. പക്ഷെ അന്ന് ഖുർആൻ പഠിച്ചു. പിന്നെയാണ് ഇസ്ലാമിനെ പറ്റി അറിയുന്നത്. അങ്ങനെ എന്റെ കുടുംബത്തിൽ ഇമാം നിൽക്കാൻ പാകപ്പെട്ട ഒരാളായി ഞാനല്ലാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. ഞാനാണ് ഇമാം നിന്നത് എന്ന് മഹാനായ അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു. നമ്മൾ മദ്രസ പഠിക്കുമ്പോ അമ്മ ജുസു മുതൽ സൂറത്തുൻ നാസ് വരെ മുഴുവൻ ഹിഫ്ളാണ്. മദ്രസ വിട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ 5 സൂറത്ത് മറന്നു. SLC കഴിയുമ്പോ പകുതിയും മറന്നു. പിന്നെ വല്ലുഹന്റെ താഴായി.
പിന്നെ ഒരു 25-30 വയസ്സായപ്പോൾ ആകെ ഒരു ഖുൽ ഹുവല്ലാഹു മുതൽ ഖുൽ റബ്ബിന്നാസ് വരെ കാര്യമായിട്ട് തെറ്റില്ലാതെ പേടിക്കാതെ ഓതാൻ പറ്റുള്ളൂ. ബാക്കി എന്ന് ചോദിച്ചാൽ പേടിച്ചു മറന്നു. കൂട്ടത്തിൽ ഓരോരോ ജുസ് കൂടി പഠിച്ചു വരേണ്ടതിന് പകരം താഴേക്കാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത്. ആ ഇടക്കാണ് 7 വയസ്സുള്ള അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു സ്വന്തം തറവാട്ടിൽ ഇമാമു നിൽക്കാൻ പാകപ്പെട്ട ആളായി മാറിയത്. നമ്മുടെ മക്കളിൽ, നമ്മുടെ നാട്ടിൽ ദർസുകളുണ്ടല്ലോ. പെരിങ്ങത്തൂർ ദർസുണ്ടോ? നാട്ടിലെ കുട്ടികൾ എത്ര ആൾ പഠിക്കുന്നുണ്ട്? നാട്ടിലെ കുട്ടികളാണ് അധികം. മാഷാ അല്ലാഹ്. എന്നാ ഞാൻ ആ ഭാഗം തന്നെ പറയണില്ല. നാട്ടിലെ കുട്ടികളാ പഠിക്കേണ്ടത്. അൽഹംദുലില്ലാ. സ്വദേശി കുട്ടികളുണ്ട്, വിദേശികളാണ്. വിദേശി എന്ന് പറഞ്ഞാൽ വിദേശ മഹലിൽ നിന്ന് വരുന്നവരെന്നല്ല ഉദ്ദേശമുള്ളൂ അല്ലേ? സ്വദേശി വിദേശി എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയാം ദർസിന്റെ കാര്യത്തിലൊക്കെ. കേട്ടാലും ചൈനയിൽ നിന്ന് പഠിക്കാൻ വരികയെന്ന് വിചാരിച്ചു. അല്ല, നമ്മൾ അടുത്ത മഹല്ലുകളിൽ നിന്ന്, അടുത്ത ജില്ലകളിൽ നിന്ന് ഒക്കെ വന്ന് പഠിക്കുന്ന മക്കൾ മാഷാ അല്ലാഹ്. നല്ല വ്യവസ്ഥാപിതമായ പള്ളി ദർസുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ നാട്ടിലും പള്ളി ദർസിന്റെ ഒരു വെളിച്ചമുണ്ട്. മുതഅല്ലിമീങ്ങളൊക്കെ, ജമാഅത്തിനൊക്കെ മുതഅല്ലിമീങ്ങളുണ്ട്. ദുആക്ക് ഒരു മജ്ലിസിന് മുതഅല്ലിമീങ്ങളുണ്ട്. എന്തൊരു റാഹത്താണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആലത്തൂർ പടിയിൽ ഒരു ദർസ് നടക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ വൈസിന്റെ 145 കുട്ടികൾ. അവിടുത്തെ കുറച്ച് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ സ്വലാത്തിന്റെ കിതാബ് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കൊരു പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വളരെ വ്യവസ്ഥാപിതമായ ദർസാണ്. 60 രൂപക്ക് എന്തോ ഒരു സ്വലാത്ത് ദിക്റിന്റെ ഒരു കിതാബ് ഇവിടെ കൗണ്ടറിൽ എവിടെയോ പുറത്തുണ്ട്. ഉണ്ടല്ലേ? അവിടെ ഉണ്ടോ? ഒക്കെ ഒരു കോപ്പിയെങ്കിലും വാങ്ങിയിട്ട് സ്വതക്ക കൊടുത്താൽ ആ കുട്ടികൾ അവിടെ ഒരു ലൈബ്രറി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇനിയും പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി അവിടുത്തെ മുതഅല്ലിമീങ്ങൾ വന്നിട്ടുണ്ട്. 150 വിദ്യാർത്ഥികൾ അവിടെ പള്ളിയിൽ താമസിച്ച് പഠിക്കാം. മലപ്പുറം ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് വലത് ഭാഗത്ത് പണക്കാട് കുടുംബത്തിലെ സയ്യിദന്മാരുടെ മക്കൾ വരെ ആ ദർസിൽ പഠിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ദർസുകൾ നമ്മുടെ നാട്ടുകാരായ കുട്ടികൾ പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്തണം. മദ്രസ 5ാം ക്ലാസ് കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു എന്ന വിചാരം. ഒന്നും പഠിക്കാൻ കഴിയില്ല. വളരെ ചെറിയ അറിവല്ലേ കിട്ടൂ. വീണ്ടും പഠിക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബിമാർ വളരെ ചെറുപ്പത്തിലെ മുതഅല്ലിമീങ്ങളായി ഹബീബിൽ നിന്ന് ഇൽമു പഠിച്ചു വന്നവരാണ്. നബി തങ്ങളുടെ കൂടെ കാച്ചിബുൽ വഹയായി നബി തങ്ങളുടെ സ്ക്രൈബായിട്ട് നബി തങ്ങളുടെ കൂടെ നിന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു 13 വയസ്സുള്ള ബഹുമാനപ്പെട്ടവർ. 13 വയസ്സുള്ളപ്പോഴാണ് ബദർ യുദ്ധം നടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, യാ നബി അല്ലാഹ്, യാ റസൂലല്ലാഹ്, ബദറിലേക്ക് ഞാൻ വരട്ടെയോ നബിയേ? ബദറിലേക്ക് ഞാൻ വരട്ടെയോ? ഞാൻ വരുന്നു നബിയേ, ബദറിലേക്ക് എന്നെയും കൂടെ കൂട്ടണം. തങ്ങൾ പറഞ്ഞു, സയ്യിദേ 13 വയസ്സല്ലേ ആയിട്ടുള്ളൂ സയ്യിദേ, നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾ വരണ്ട. തങ്ങൾ പറയാ, നിങ്ങൾ വരണ്ട സയ്യിദേ, ചെറിയ കുട്ടിയല്ലേ. ഒരാളെ ഒരെണ്ണമെങ്കിലും കൂടെ കൂട്ടാൻ 313 സ്വഹാബികളെയും കൊണ്ട് ബദറിലേക്ക് പോകുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളോടൊപ്പം ഒരാളെ ഏറെ കിട്ടിയാൽ ആവശ്യമുണ്ട്. എന്നിട്ട് പോലും സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവരുടെ വയസ്സ് നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, സയ്യിദേ നിങ്ങൾ വരേണ്ടതില്ല, നിങ്ങൾ വരരുത്. കണ്ണുനീര് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ തിരിച്ചുപോയത്, കരഞ്ഞാണ് തിരിച്ചുപോയത്. പക്ഷേ ഉമ്മ ഒരു നല്ല ഉമ്മയാണ്. എത്രയോ മക്കൾ നന്നാവുന്നത് ഉമ്മമാരെ കൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമ്മമാരുടെ പ്രോത്സാഹനമാണ് ഒരുപാട് മക്കൾ ദീൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് എത്തിയത്, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ എത്ര ദീനി സംരംഭങ്ങളുണ്ട്. അള്ളാഹുവിനോട് പറയാൻ പറ്റുമോ എന്റെ കുട്ടിക്ക് പഠിക്കാൻ അവസരം കിട്ടിയില്ല? ദർസുകള്, യതീംഖാനകള്, നമ്മുടെ നല്ല നല്ല അറബി കോളേജുകൾ. ഇവിടെ കടമേരി റഹ്മാനിയ വളരെ വിദൂരത്തൊന്നും അടുത്തന്നെയല്ലേ കടമേരി റഹ്മാനിയ കോളേജ്. വാഫി കോഴ്സുകൾ കൊടുക്കുക. 10ാം ക്ലാസ് പാസ്സായ SSLC കഴിഞ്ഞ ആൺകുട്ടികൾക്ക് 8 കൊല്ലം ഇൽമും ദീനും ഡിഗ്രിയും PG കഴിഞ്ഞിട്ട് ഇറങ്ങാം. 8 കൊല്ലം. വഫിയകളുണ്ട് പെൺകുട്ടികൾക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് മാഷാ അല്ലാഹ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ SSLC കഴിഞ്ഞാൽ 5 കൊല്ലം അവർക്ക് +2ഉം +ഡിഗ്രിയും കൊടുത്ത് ആലിമച്ചുകളായി പുറത്തിറങ്ങാൻ വഫിയ കോഴ്സുകൾ. ദാറുൽ ഹുദയുടെ സഹസ്ഥാപനങ്ങൾ, ജാമിഅ നൂരിയ പട്ടിക്കാട്, നന്ദി ദാറുസ്സലാം തുടങ്ങി വളരെ പ്രബുദ്ധമായ പ്രഗത്ഭമായ ദീനിന്റെ സാത്വികർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിൽ എമ്പാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ സ്ഥലം കിട്ടിയില്ല എന്ന് നാളെ അള്ളാഹിനോട് പോയി പറയാൻ പറ്റൂല. അതുകൊണ്ട് 2 മക്കളും 3 മക്കളൊക്കെ ഉള്ളവര് ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തോളി. എല്ലാരും അള്ളാഹ്ക്ക് കൊടുക്കാനുള്ളതാ. ഒരാളെ നിങ്ങൾ ആലിമീങ്ങളാക്കി, ഒരാളെ ഹാഫിളാക്കി, ഒരു പെൺകുട്ടിയെ
ആലിമത്താക്കിൻ ഹാഫിളത്താക്കിൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ വലിയ വെളിച്ചമല്ലേ, തലമുറകളിലേക്ക് പകർന്നു കിട്ടുന്ന സൗഭാഗ്യമല്ലയോ നമ്മുടെ കുടുംബത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന മക്കൾ ഉണ്ടാകുന്നത്. അവരിൽ ജനിക്കുന്ന മക്കൾ നല്ലവരായി മാറില്ലേ, തലമുറകൾക്ക് മാറ്റം വരുന്ന അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഉമ്മ ചോദിക്കുന്നത്, സയ്യിദേ എന്താ നിങ്ങൾ കരയുന്നത്, എന്തു പറ്റി? ഉമ്മ, എന്നെ ബദറിലേക്ക് നിബിധങ്ങൾ എടുത്തില്ല ഉമ്മ, ഞാൻ ചെറുപ്പമാണെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ ഒരു കുട്ടിയുടെ പക്വത നമ്മൾ ആലോചിക്കണം. 13 വയസ്സുള്ള ഒരു മോന ഈ വർത്തമാനം പറയണത്. ഗൾഫിനെ വാപ്പ കൊണ്ടയില്ല എന്നല്ലേ ഈ പറയണത്. യുദ്ധത്തിലേക്ക് പോയപ്പോ എന്നെ കൊണ്ടുപോയില്ല നിബിധങ്ങൾ, ആ സങ്കടം പറയാം. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, മോന് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാനല്ലേ ആവശ്യം, മോന് യുദ്ധമല്ലാതെ എന്തെല്ലാം വഴികളുണ്ട് മോനെ. മോന്റെ കയ്യെഴുത്ത് നല്ല കയ്യെഴുത്താണല്ലോ, നല്ല കയ്യെഴുത്തുണ്ടല്ലോ മോന്. ആ കയ്യെഴുത്ത് മോനങ്ങ് നന്നാക്കിയെടുത്താൽ മോന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ വഹി എഴുതി കൊടുത്ത് നിബിധങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ എഴുത്തുകാരനായി സയ്യിദേ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിയും. യുദ്ധത്തിനല്ലേ പോരാൻ പറ്റാത്തതുള്ളൂ, പ്രായം ചെറുപ്പായതുകൊണ്ട്. അതുകൊണ്ട് നബി ഞങ്ങൾക്ക് നിങ്ങളുടെ കൈയെഴുത്ത് കൊണ്ട് നബിയെ സഹായിക്കണം. അവിടെ മുതലാണ് സ്വന്തം മോനെ ഹബീബിന്റെ കൂടെ പറഞ്ഞയച്ച് നബി ഞങ്ങളുടെ വഹി എഴുതി വെക്കുന്ന സ്വഹാബിയായി കാത്തിബുൽ വഹിയായി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. കയ്യെഴുത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ഇന്ത്യക്കാരായ കുട്ടികളൊക്കെ നല്ല കയ്യെഴുത്തുള്ളവരാണ്. പൊതുവെ പുറം ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നല്ല കയ്യെഴുത്ത് ഒരു നല്ലൊരു അടയാളമാണ്, ഒരു നല്ല സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യെഴുത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സുഫിയ ബീവി റളിയല്ലാഹു അൻഹാ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോള് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ കയ്യെഴുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നബിയെ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ജാഹിലിയ കാലത്തെ ഒരു സഹോദരിയിൽ നിന്ന് കയ്യെഴുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാ നബി തങ്ങൾ വിവാഹം ചെയ്യുന്നത്. ആ കല്യാണത്തിന് ശേഷം നബി തങ്ങൾ പറഞ്ഞു, ഹഫ്സ ബീവി, ഉമർ തങ്ങളുടെ മോളാതിട്ടോ ഹഫ്സ റളിയല്ലാഹു അൻഹ, നബി തങ്ങൾ പറഞ്ഞു, ഹഫ്സ ബീവി, അന്ന് നിങ്ങൾക്ക് കയ്യെഴുത്ത് അറബി അക്ഷരമാല പഠിപ്പിച്ച ആ പെണ്ണിന്റെ അരികത്ത് തന്നെ പോയിട്ട് നിങ്ങളുടെ കയ്യെഴുത്തൊന്ന് നന്നാക്കിയെടുത്താൽ എന്താ, ഒന്ന് പൊയ്ക്കൂടെ എന്ന് പറഞ്ഞ് വിവാഹത്തിന്റെ ശേഷം സ്വന്തം ഭാര്യയെ കയ്യെഴുത്ത് പഠിക്കാൻ ഒരു പണ്ഡിതയുടെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചു. നമ്മുടെ മക്കൾ ചെല്ലുന്ന സ്ഥാപനങ്ങൾ നല്ല സ്ഥാപനങ്ങളായി വളരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളിലൂടെ നന്മ വളരണം. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നന്മ തരട്ടെ, നന്മ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളോട് ഭാഷ പഠിക്കാൻ കഴിയോ? ആ 2 ഭാഷകൾ അല്ലാഹുവിന്റെ റസൂലിന് കത്ത് വരും. ആ കത്തുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കാൻ ആള് വേണം. അതുകൊണ്ട് സയ്യിദേ നിങ്ങൾ ആ ഭാഷകൾ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ 16 ദിവസം കൊണ്ട് 2 ഭാഷകൾ പഠിച്ചെടുത്ത മഹാനാണ് നബിയുടെ സ്വഹാബിയായ സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന 13കാരൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉണ്ടാവും കുട്ടികൾ. ഇതൊക്കെ മക്കൾ ചെയ്തു തന്നെയാണ്, നമുക്കും പറ്റൂതൊക്കെ. 13 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് 17 ദിവസം കൊണ്ട് 2 ഭാഷകൾ. ചില്ലറ കാര്യമാണ് അത്. 2 ഭാഷ പഠിക്കാന്ന് പറഞ്ഞാൽ അത് വെറും കൊളോക്കിയൽ ഭാഷയല്ല. നമ്മുടെ മലയാളികളൊക്കെ ഗൾഫിൽ ചെന്നിട്ട് അറബി സംസാരിക്കാറുണ്ട്. അറബികളോടൊക്കെ ഗ്രോസറിയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിൽക്കുന്ന ആളുകൾ, അത് ഓർക്കും ആ അറബിയൊക്കെ എന്നെ തിരിയുള്ളൂ, എന്താണ് പറയുന്നത്. ഇവിടുന്ന് ഉസ്താദ്മാരൊക്കെ ഫാലും സൊറഫും നെഹബൊക്കെ പഠിച്ച് ഇറാബൊക്കെ പഠിച്ച് എന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്തായി പറയണത്, വദ്ദി സെവി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വർത്താനുണ്ട് അല്ലേ, ജി. അപ്പൊ ഇത് ആ ഭാഷയല്ല, എഴുത്തു ഭാഷ. അതിന്റെ ഗ്രാമർ അടക്കം എഴുത്തു ഭാഷ പഠിച്ചു സയ്യിദ് റളിയല്ലാഹു അൻഹു 17 ദിവസം കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു 17 വയസ്സുള്ളപ്പോഴല്ലേ റോമക്കാരിലേക്ക് ഒരു സൈന്യത്തെ നബി തങ്ങൾ നിയോഗിക്കുന്നത്. 3000-ഓളം വരുന്ന സ്വഹാബികൾക്ക് നേതൃത്വം കൊടുക്കാൻ 17 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഉസാമ റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തിന്റെ കമാൻഡർ. ഉസാമ റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റുമോ? 17 വയസ്സുള്ള ഒരാൾ നേതാവ്, ബാക്കിൽ 60-ഉം 70-ഉം വയസ്സുള്ള ആളുകൾ.
കാരണം ആ സൈന്യത്തിൽ പോവേണ്ട ആളുകളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടിലൊക്കെ ഈഗോ സമ്മതിക്കോ? പുതിയ ചെറുപ്പക്കാരായ ആളുകളെ രംഗത്ത് കൊണ്ടുവരാനും അവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും അവർക്ക് ചില ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കാനും ഒക്കെ പഴമക്കാർ ഒരൽപ്പം കൂടെ ശ്രദ്ധ കൊടുത്താൽ ഒരുപിടി നല്ല യുവാക്കളെ നേതൃസ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഞാൻ മരിക്കണവരെ ഞാൻ ഈ സ്ഥാനം വിട്ടുകൊടുക്കൂല, അങ്ങനെ പറയരുത്. നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ പ്രസ്ഥാനങ്ങളിലുമൊക്കെ തീർച്ചയായും ഇതുപോലെയുള്ള ഈഗോകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക തന്നെ വേണം, നിർബന്ധമാണ്. 17 വയസ്സുള്ളപ്പോ നിബിതങ്ങൾ ബഹുമാനപ്പെട്ടവരെ തെരഞ്ഞെടുത്തു. അത്ഭുതമല്ല, നിബിതങ്ങൾ വഫാത്തായല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൈന്യം പറഞ്ഞേക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് വരുന്നത്. ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണത്. നിബിതങ്ങളുടെ പ്രതിനിധിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു ഭാഗത്ത് സക്കാത്ത് തരൂല എന്ന് പറഞ്ഞൊരു വിഭാഗം, ഒരു ഭാഗത്ത് നിബിതങ്ങൾ വഫാത്തായില്ലേ, ഞങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു പോവുകയാണ്. തൊട്ടടുത്ത് നിബിതങ്ങളുടെ വഫാത്തിന്റെ 3 മാസം മുമ്പോ 4 മാസം മുമ്പോ കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകൾ നിബിതങ്ങളുടെ കാലശേഷം ഞങ്ങൾക്കിത് സാധ്യമല്ല എന്ന് പറഞ്ഞ് മുർത്തദ്ദീങ്ങളായി പോകുന്ന ഒരു വിഭാഗം. അതിനിടയിൽ ഇസ്ലാമിക സാമ്രാജ്യം ഒന്ന് ആടി ഉലയുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എത്ര ചെലവ് വന്നാലും ശരി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞേക്കാൻ തീരുമാനിച്ച ഈ സൈന്യത്തെ ഞാൻ പറഞ്ഞേക്കുക തന്നെ ചെയ്യും. ആരാ നേതാവ്? 17കാരനായ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. കറുത്ത നിറമായിരുന്നു, വളരെ കാണാൻ സുമുഖനൊന്നല്ല. പക്ഷേ ആ 17 വയസ്സിനുള്ളിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അൽ ഫുറൂസിയ ഹോഴ്സ് റൈഡിംഗ് പഠിച്ചു, അൽ റിമായ ആർച്ചറി പഠിച്ചു, ബഹുമാനപ്പെട്ടവർ യുദ്ധത്തിന്റെ സ്ട്രാറ്റജികൾ പഠിച്ചു, നേതൃപാടവം പഠിച്ചു, മാന്യമായി പെരുമാറാൻ പഠിച്ചു, സംസ്കാരം പഠിച്ചു. അതൊക്കെ പഠിച്ചപ്പോഴാണ് വയസ്സ് നോക്കാതെ ഉസാമ, നിങ്ങളാണ് നേതാവ്, നിങ്ങളാണ് മുൻപിൽ നിൽക്കേണ്ടതെന്ന് ലോകത്തിന്റെ ഒരു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവിനെ ഏൽപ്പിക്കുകയാണ്. ആരാ കൂടെ പിന്നിൽ നിൽക്കേണ്ടത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ സൈന്യത്തിൽ പോവേണ്ട ആളാണ്. ആ സൈന്യം സിദ്ദീഖ് ഞങ്ങൾ അയക്കാനിരിക്കുന്നു. ചില സ്വഹാബികൾക്കൊക്കെ അല്പം മുറുമുറുപ്പുണ്ടായി. സിദ്ദീഖ് എന്നവരെ ഈ സമയത്ത് തന്നെ വേണോ? നമ്മൾ ഒരൽപ്പം വിഷമത്തിലല്ലേ? ഇസ്ലാമിക ലോകത്ത് പ്രയാസമുണ്ടല്ലോ, സൈന്യത്തിന് സഹായമായി പൈസ പോലില്ലല്ലോ. എന്ത് തന്നെ സംഭവിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ മുന്നിട്ട് നടപ്പാക്കിയ ഒരു വിഷയം ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് 60 കഴിഞ്ഞ് 61കാരനായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് ശപഥം ചെയ്തു. ആ സൈന്യം പുറപ്പെടുകയാണ്, മദീനയിൽ നിന്ന് പുറപ്പെടുന്നു. ഒട്ടകപ്പുറത്ത് നിൽക്കുന്നത് 17കാരനായ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥയിൽ ഒരു കോളേജ് കുമാരൻ, കോളേജിലൊക്കെ ആയിരുന്ന പ്രായതല്ലേ, 17 വയസ്സ്, ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രായക്കാരൻ. പിന്നിൽ വരുന്ന 3000 സ്വഹാബിമാരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളിൽ പ്രായമുള്ള എല്ലാവരും ആ സൈന്യത്തിൽ പോവേണ്ടവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ. അപ്പോഴാണ് ഉമർ എന്നവരെ മദീനയിൽ തന്നെ എനിക്ക് വിട്ടുതരുമോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അപേക്ഷിക്കുകയാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിനോട്. ശരിക്കും മനസ്സിലാക്കണേ, അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും മാതൃകയാണ് നമ്മൾ ഈ പറയുന്നത്. നേതൃപാഠവും അതുപോലെ തന്നെ വ്യക്തിത്വവും നല്ല പേഴ്സണാലിറ്റിയും കഴിവുമുള്ള ആളുകൾ ഈ സമൂഹത്തിൽ എമ്പാടുമുണ്ട്. ചെറുപ്പക്കാർ, അവരൊക്കെ രംഗത്ത് കൊണ്ടുവരണം. നമ്മുടെ പള്ളി കമ്മിറ്റികൾ, നമ്മുടെ മദ്രസ ഭാരവാഹിത്വം, നമ്മുടെ സംഘടന ഭാരവാഹിത്വങ്ങളിലൊക്കെയും അത്തരക്കാരായ ആളുകൾക്ക് നമ്മൾ അവരുടെ കഴിവ് മനസ്സിലാക്കി അവർക്ക് അവസരം കൊടുക്കണം. അപ്പോഴാണ് അടുത്ത ഒരു തലമുറയെ നയിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ കൺമുമ്പിൽ വളർന്നു വരുന്നത് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിക്കാതെ മരുഭൂമിയിൽ മണ്ണിലൂടെ നടന്നു ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് ഉസാമ റളിയല്ലാഹു അൻഹു മീതെ, സിദ്ദീഖ് തങ്ങൾ താഴെ, സൈന്യം 3000 ആളുകൾ ബാക്കില്. ഉസാമ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, ചെറുപ്പക്കാർ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ അങ്ങ് ഈഗോ ഡ്രിവനാകരുത്, അഹങ്കാരം കൊണ്ട് നടക്കുകയും ചെയ്യരുത്. മുതിർന്നവരെ ബഹുമാനിക്കണം, പ്രായമുള്ള ആളുകളുടെ ഉപദേശങ്ങൾ തേടണം, അവരെ ആദരിക്കണം. കഴിവുണ്ടെന്ന് വിചാരിച്ച് അഹങ്കരിച്ചുകൂടാ എന്ന് പഠിപ്പിക്കുകയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കാൻ സമയമായിട്ടില്ല, യാ ഖലീഫത റസൂലില്ലാഹ്,
അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതലാണ്. സിദ്ദീഖ് തങ്ങളെ വിളിക്കാറ് യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ. ഇമ്മാ അൻ തർകബ വ അൻസില, സിദ്ദീഖ് എന്നവരെ ഒന്നുകിൽ നിങ്ങൾ കയറണം, ഞാൻ ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും നടക്കണം, ഞാൻ മീതയും നിങ്ങൾ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചും. പറ്റില്ല സിദ്ദീഖ് എന്നവരെ, പറ്റില്ല എന്ന് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉസാമ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കട്ടെ, ഞാൻ ഈ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു പോകാം, ഒരിക്കലും എനിക്ക് വിഷമമില്ല. അല്ലാഹുവിന്റെ വഴിയിൽ എന്റെ കാലിൽ ഒരൽപ്പം മണ്ണ് തട്ടിയാൽ എന്ത് കുറവാണ് സിദ്ദീഖിന് വരാൻ പോകുന്നത്, അതുകൊണ്ട് എന്റെ കാലിന് മണ്ണായിക്കോട്ടെ. ഉസാമ അവിടെ തന്നെ നിൽക്കും, നിങ്ങളാണ് നേതാവ്. ഉസാമ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 3000 ആളുകളെ നിങ്ങൾ റോമിലേക്ക് തുർക്കിയിലേക്ക് കൊണ്ടുപോകുമ്പോ അക്കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എന്റെ കൂടെ മദീനയിൽ എന്നെ സഹായിക്കാൻ നിങ്ങൾ ഒരു സമ്മതം തന്നാൽ നിങ്ങളൊന്ന് വിട്ടുതരുമോ? എന്റെ മുഅ്മിനെ, ഇതാണ് ഇസ്ലാം. സിദ്ദീഖ് തങ്ങൾ അപേക്ഷിക്കാൻ ആരോട്? 17കാരനായ ഉസാമ തങ്ങളോട്. ഉസാമ നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ സൈന്യത്തിൽ വരേണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ എന്നെ സഹായിക്കാൻ ഞാൻ ഭരണം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ, എന്നെ സഹായിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ മദീനയിൽ നിർത്താൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, സമ്മതമാണെങ്കിൽ ഉമർ എന്നവർ എന്റെ കൂടെ നിന്നോട്ടെ, മദീനയിലെ ചില കാര്യങ്ങൾ ശരിയാക്കാൻ എനിക്ക് ഉമർ എന്നവരെ വേണം. ഉസാമ സമ്മതം തരുമോ? അതാണ് നേതൃത്വം, അതാണ് നേതൃത്വം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയല്ലേ ചോദിക്കേണ്ടതുണ്ടോ? ഉസാമ ഉമർ എന്റെ കൂടെ നിൽക്കുന്നു, നിങ്ങൾ പോയിക്കോ, ഇത് പറഞ്ഞാൽ വല്ല തെറ്റുണ്ടോ ഇവിടെ? എന്നിട്ട് പോലും നേതൃത്വത്തോട് ചോദിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ മുതിർന്നവരോട് ചോദിക്കുകയും ഉമ്മത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉസാമ തങ്ങൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ മഹാനായ ഖലീഫത്ത് റസൂലില്ലാഹ് സിദ്ദീഖ് എന്നവരെ ഒരു വിരോധവുമില്ല, ഉമർ തങ്ങളെ നിങ്ങൾ വെച്ചോളൂ. എന്തിനാണെന്നറിയോ? മദീനയുടെ ജഡ്ജായി ഉമർ തങ്ങളെ നിയമിച്ചിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദ്യത്തെ കൊല്ലം മദീനയുടെ ഖാദിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. പിറ്റത്തെ കൊല്ലം രാജിക്കത്ത് കൊടുത്തു. എന്റെ കുഴപ്പമെന്നറിയോ? എന്നെ അധ്യക്ഷനായിട്ട് വിളിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് സ്വീകരണം തന്നില്ല, അതൊന്നല്ല വിഷയം. ഉമർ റളിയല്ലാഹു അൻഹു രാജിക്കത്ത് കൊടുത്തപ്പോ സിദ്ദീഖ് എന്നവർ ചോദിച്ചു, ഉമറേ അമിൻ മശഖത്തിൽ ഖളാഇ ഹാദാ യാ ഉമർ, ഉമറേ ഈ വിധി പറയുക, ജഡ്ജാവുക, അതുപോലെ തർക്കങ്ങൾ തീർക്കുക എന്നതൊക്കെ പ്രയാസമായതുകൊണ്ടാണോ നിങ്ങൾ രാജിക്കത്ത് നൽകിയത്? അല്ല അമീറുൽ മുഅ്മിനീൻ യാ ഖലീഫത റസൂലില്ലാഹ്, മറ്റൊന്നുകൊണ്ടുമല്ല. ഒരു വർഷമായി ഞാൻ ഈ ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ ലം യഖ്തസിം ഇലയ്യ ഇത്നാൻ, രണ്ടാളുകൾ പോലും എന്നോട് തർക്കിച്ചിട്ടൊരു പ്രശ്ന പരിഹാരത്തിന് എന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല. കേസില്ല വക്കീൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന പോലെ ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഒരു കേസ് പോലും വന്നില്ല. ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു കൊല്ലത്തിനിടക്ക് ലം യഖ്തസിം ഇലൈഹി ഇത്നാൻ, രണ്ടാൾ പോലും തർക്കിച്ചു വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ സ്ഥാനം? എന്തിനാണ് ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് ഇതിനൊരു വകമാറ്റൽ? എന്തിനാണ്? ഇവിടെ കോടതിയുടെ ആവശ്യമില്ല. കുല്ലുൻ അറഫ ഹഖ, ഓരോരുത്തരും അവനവന്റെ ഹക്ക് മനസ്സിലാക്കി, അതുകൊണ്ട് ആരുടെയും ഹക്ക് പിടിച്ചു പറിച്ചില്ല. വകുല്ലുൻ അലിമ വാജിബ, ഓരോരുത്തർക്കും അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അറിഞ്ഞു. ഫലം യുഖസ്സിറു ഫീ, അത് കൃത്യമായി അവരൊക്കെ കൊണ്ടു നടന്നു. ഇവിടെ പ്രശ്നമില്ല സിദ്ദീഖ് എന്നവരെ, ഞാൻ ഭരിക്കുന്ന നാട്ടിൽ പ്രശ്നങ്ങളില്ല, പിന്നെ എന്തിന് കോടതി വേണം? അതുകൊണ്ട് ജഡ്ജ് സ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തോ ഒരു വല്ലാത്ത ലോകല്ലേ! രണ്ടാളുകൾ തമ്മിൽ തർക്കിച്ചൊരു കേസ് വന്നിട്ടില്ല. നമ്മുടെ കുടുംബ കോടതികളിൽ തിക്കും തിരക്കാണ്, ഇരിക്കാൻ സ്ഥലമില്ല. ഒരു തൊലാക്ക് പ്ലീസ്, ഒരു തൊലാക്ക് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭർത്താവിനോട് ഒന്ന് ഒഴിവാക്കി തരുമോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഫസ്ഖ് പ്ലീസ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബം ശിഥിലമായ വക്കീലുമാരൊരു ഭാഗത്ത്, പെണ്ണൊരു ഭാഗത്ത്, പുരുഷനൊരു ഭാഗത്ത്, മക്കളൊരു ഭാഗത്ത്, ശിഥിലമായ കാഴ്ചകൾ നമ്മൾ എമ്പാടും കാണുകയാണ്. എന്നാണ് ഈ ഉമ്മത്തിന് മോചനം ഉണ്ടാവുക? അല്ലാഹു അഅലം. വല്ലാത്ത സങ്കടമുണ്ട് അതിൽ. നമ്മുടെ മെഹ്റാബുകൾ എന്ന് പരിഹരിക്കാൻ പറ്റുന്ന വിഷയം
നമ്മുടെ ആലിമീങ്ങളുടെ മുമ്പിൽ, സാദാത്യങ്ങളുടെ മുമ്പിൽ ഇരുന്ന് അച്ചടക്കത്തോടെ അള്ളാഹുവിന്റെ പേരിൽ തുടങ്ങി റബ്ബിന്റെ നാമം ഉച്ചരിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ഉത്ബോധിപ്പിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളാണ് കോടതി വരാന്തകളിലൂടെ നഷ്ടപരിഹാരം ഇത്ര വേണം അത്ര വേണമെന്ന് പറഞ്ഞ് പരാതിയുമായി നമ്മൾ നെട്ടോട്ടമോടുന്നത്. മഹാനായ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾ ഭരണം നടത്തുന്ന ഈ ലോകത്ത് പ്രശ്നക്കാരില്ല, കേസുകളില്ല, കോടതിക്ക് പണിയില്ല, പിന്നെ എന്തിന് ഞാൻ ശമ്പളം മേടിക്കണം, അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണെന്ന് 1-ാമത്തെ കൊല്ലം രാജി കൊടുത്തു. മഹാനായ അമീറുൽ മുഅ്മിനീനായി പിന്നീട് വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മദീനയിൽ നിന്നത് മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്മതപ്രകാരമാണ്, അവർ കൊടുത്ത സമ്മതപ്രകാരമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. യൗവനം അല്ലാഹുവിന് വേണ്ടി പക്വതയോടെ നന്നായിട്ട് പഠിക്കുകയും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സത്യസന്ധമായി ജോലി എടുക്കുകയും ജീവിതത്തിന്റെ പല വ്യവഹാരങ്ങൾ ഇടപെടുമ്പോൾ സത്യസന്ധമായി അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന നല്ല മക്കൾ, നല്ലൊരു യുവതലമുറ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അതാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഉസീകും ബിശ്ശബാബി ഖൈറാ, എന്റെ യുവാക്കളോട് നിങ്ങൾ നന്നായി പെരുമാറണമേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഇസ്ലാമിന്റെ ഉപദേശം ഇതാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങൾ ഓരോരുത്തരുടെയും മതബോധം നിങ്ങളുടെ സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്, നിങ്ങളുടെ കൂട്ടുകാർ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. പെൺകുട്ടികളെ നിങ്ങളുടെ കൂട്ടുകാരികൾ, ആൺകുട്ടികളെ നിങ്ങളുടെ കൂട്ടുകാർ എങ്ങനത്തെവരാണ്, അങ്ങനെയാണ് അല്ലാഹു മലക്കുകളും നിങ്ങളെ വിധി എഴുതുന്നത്. നിങ്ങളുടെ കൂട്ടുകാര് മോശാണോ, നിങ്ങൾ മോശാണെന്നാണ്. ചിലർ പറയും, എന്റെ കൂട്ടുകാരെ കള്ളുടിക്കും, ഞാൻ കുടിക്കാറില്ല. അങ്ങനത്തെ ഒരു കൂട്ടുകാരെ കൊണ്ടുനടക്കാൻ പാടില്ലല്ലോ, അങ്ങനത്തെവരെ ഫ്രണ്ട്സായിട്ട് കൊണ്ടുനടക്കാൻ പാടില്ലല്ലോ. المرء على دين خليله فلينظر أحدكم من يخالل. ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് ആരെയാണ് ഫ്രണ്ട്സായിട്ട് ആഡ് ചെയ്യേണ്ടത് എന്ന്, ആരെയാണ് കൂട്ടുകാരായി സ്വീകരിക്കേണ്ടതെന്ന് ഓരോരുത്തരും ചിന്തിച്ച് ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടേ നിങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാവൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വീഴ്ച വന്നപ്പോഴാണ് കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യങ്ങൾ ഉണ്ടായത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്യ പെണ്ണുങ്ങളുമായി ഉണ്ടായ ബന്ധമാണ് സ്വന്തം ഭാര്യയെ കല്യാണം കഴിച്ചതിന് ശേഷം പോലും ഒരു സംതൃപ്തമായ ജീവിതം കിട്ടാതിരിക്കാൻ കാരണമായത്. പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു ചെറുക്കനുമായുള്ള പ്രേമമാണ് തന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന, തനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിരുന്ന് തന്നെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവിനോട് സ്വന്തം മനസ്സ് കൊടുക്കാൻ കഴിയാതെ മനസ്സിലെപ്പോഴും മറ്റേതെങ്കിലും ഒരുത്തനെ പഠിക്കുന്ന കാലത്തോ കോളേജിലോ മറ്റോ പ്രേമം മണപൊട്ടിയപ്പോൾ ഉണ്ടായ ഫ്രണ്ട്ഷിപ്പിനുണ്ടായിരുന്ന സുഹൃത്തിനെ വിവാഹത്തിന് ശേഷം ഹലാലായ ഒരു ഭർത്താവിനെ അള്ളാഹു നൽകിയതിന് ശേഷവും ആ ഭർത്താവിന് മനസ്സ് കൊടുക്കാനും സ്നേഹം കൊടുക്കാനും കടപ്പാട് തിരിച്ചു കൊടുക്കാനും കഴിയാതെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുന്നത് ഹറാമിലേക്ക് നമ്മുടെ ബന്ധങ്ങൾ വഴിമാറിപ്പോയപ്പോഴാണ്. അല്ലേ എന്ന് നിങ്ങൾ പറയണം. എന്താ സംഭവിക്കുന്നത്? കല്യാണം കഴിഞ്ഞതിന്റെ ശേഷവും വിവാഹത്തിന്റെ ശേഷവും തന്റെ ബോയ്ഫ്രണ്ടിനോടും ഗേൾഫ്രണ്ടിനോടും നിരന്തരമായ ഫോൺ വിളിയും ചാറ്റിങ്ങും ഒക്കെ ഇസ്ലാം വിവാഹത്തിന്റെ മുമ്പും ശേഷവും ഒന്നും അനുവദിച്ചിട്ടില്ലാത്ത ഈ സംഗതി അല്ലാഹു ഹലാലായ അവൻ അനുവദിക്കുന്ന പൊരുത്തമുള്ള ഒരു മാർഗത്തിൽ ഒരു കുടുംബജീവിതം നൽകിയതിന് ശേഷവും ഈ ധിക്കാരം കാണിക്കേണ്ടതുണ്ടോ? ഈ അനീതി നമ്മൾ കാണിക്കേണ്ടതാണോ? ഈ ഉൾമ നമ്മൾ കാണിക്കേണ്ടതാണോ? കഴിഞ്ഞ കാലത്ത് നടന്ന എല്ലാ തിന്മകളും മറക്കുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത് ഒരു നല്ല നാളിനെ കുറിച്ച് പ്രതീക്ഷയോടുകൂടെ തന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയോടൊപ്പം, തന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളാണ് വഴിയാധാരമായി പോകുന്നത്, തകർന്നു പോകുന്നത്. അതുകൊണ്ട് ആരുടെ കൂടെയാണ് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആവുന്നത്? ഇത് നിങ്ങൾ ആലോചിക്കണം. ഇത് നിങ്ങളുടെ ആഖിറവും ദുനിയാവും നിർണയിക്കുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പും കുടുംബ ബന്ധവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ചെറുപ്പക്കാരായ ആളുകളെ സംബന്ധിച്ച് ഈ ദീനിന്റെ കാഴ്ചപ്പാടുണ്ട്. നീ നല്ല അത്ലറ്റ് ആവണം. ശറഈന്റെ കാഴ്ചപ്പാടാണ് നല്ല അത്ലറ്റ് ആവണം. ഒളിമ്പിക്സിൽ പോയി മത്സരിക്കാനല്ല, എന്തിന്? ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാവണം. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളവരാവണം. കുറച്ച് ജോഗിങ്ങും കുറച്ച് വാക്കിങ്ങും കുറച്ച് സ്വിമ്മിങ്ങും കുറച്ച് എക്സസൈസും ഒക്കെ നിരന്തരം ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നാണ് യുവാക്കൾ. അപ്പോഴേ തൊട്ട് ശേഷമുള്ള ജീവിതത്തിലേക്ക് അല്പെങ്കിലും ആഫിയത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ വെറും ബ്രോസ്റ്റ് പിടിച്ച് നടന്നാലേ എന്തായിരിക്കും അടുത്ത ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആരോഗ്യം? ഇരിക്കാൻ കാര്യമായിട്ടൊരു ജോലി ചെയ്യണത് വായിലേക്ക് കൈ ഇങ്ങനെ പോകുന്നുണ്ട് എന്നല്ലാതെ കാര്യമായൊരു അധ്വാനൊന്നും അധികാളും ചെയ്യുന്നില്ലെന്നാണ് കേൾക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ കുൻ റിയാദിയൻ, ടേക്ക് ടൈം ടു പ്ലേ, ഇറ്റ്സ് ദ സീക്രട്ട് ഓഫ് സ്റ്റേയിങ് യങ് എന്ന് പറയാറുണ്ട്. ടേക്ക് ടൈം ടു റീഡ്, ഇറ്റ്സ് ദ ഫൗണ്ടേഷൻ ഓഫ് വിസ്ഡം. വായിക്കാൻ സമയം കണ്ടെത്തണം. അത് നമ്മുടെ ബുദ്ധിയുടെ ആധാരശിലയാണ്. നമ്മൾ എന്ത് വായിക്കുന്നോ അതാണ് നമ്മുടെ ചിന്തകളായി മാറുന്നത്. Take time to be aware. It's the way to help others. നമ്മൾ എന്ത് ചെയ്യണം? മറ്റു ചുറ്റുപാടുകളെ കുറിച്ച് ബോധമുള്ളവരായിട്ട് ജീവിക്കണം യുവാക്കളെ. അപ്പോഴേ ആരെയെങ്കിലും സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. Take time to love and be loved. That's the greatest gift on earth. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയണം. വഴിവിട്ട പ്രേമത്തെ കുറിച്ചല്ലേ പറയുന്നത് കേട്ടോ. സ്നേഹിക്കപ്പെടാൻ കഴിയുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ്. സ്നേഹിക്കാൻ എളുപ്പമാണ്. അറക്കലെ ബീവിനെ കെട്ട അരസമ്മതം എന്ന് പറഞ്ഞ കഥ കേൾക്കാറില്ല നിങ്ങൾ? ഇങ്ങോട്ടത് കിട്ടുന്നുണ്ടോ? നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ടോ? അതൊരു വിഷയം. അതിന് മാത്രം നമ്മുടെ സ്വഭാവം മെച്ചപ്പെട്ടതാണോ? Take time to love and be loved. That's the greatest gift on earth. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമ്മാനം സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു മനസ്സുണ്ടാവലാണത്രേ. Take time to play. It's the secret of staying young. കുറച്ചു നേരം കളിയും അതുപോലെ തന്നെ അധ്വാനവും എക്സസൈസും ഒക്കെ വേണം. യൗവനം നിലനിർത്തിക്കൊണ്ടുപോരാനുള്ള സീക്രട്ട് മനുഷ്യന്റെ അധ്വാനവും കളിയും എക്സസൈസുമാണത്രേ. കുറച്ചു നേരം കളിക്കാനൊക്കെ സമയം കണ്ടെത്താൻ പറ്റുന്ന ആളുകൾ. സ്വിമ്മിങ് ഇസ്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. Take time to be quiet. കുറച്ചു നേരം മിണ്ടാതിരിക്കണം. ഏത് നേരം വർത്താനം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്, ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ നിർത്തണ്ടേ? കുറെ ബോറടിച്ചോ? സമയം കുറെ ആയല്ലോ, 11:30 ആവാനായി, ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. Take time to be quiet. ഞാനും കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കട്ടെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ്. Take time to quiet. It's the way to see God. കുറച്ചു നേരം മിണ്ടാതിരിക്കണം, മൗനിയായിരിക്കണം. അപ്പോഴാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. കുറച്ചു നേരം മൗനമായിട്ടിരിക്കാം. മൊബൈലും എല്ലാ നെറ്റ്വർക്കൊക്കെ ഓഫ് ചെയ്തിട്ട് അള്ളാഹുവിനെ ഓർത്തിരിക്കണം എന്നാണ്. അപ്പോഴേ നമുക്ക് ദിവ്യമായ സ്നേഹം അനുഭവപ്പെടാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അപ്പോ ഇങ്ങനെ സമയം ചെലവഴിക്കുന്നതിന്റെ ചില മെക്കാനിസം ഉണ്ട് ഇസ്ലാമിൽ. ഇത് എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഒരു സാരോപദേശമായി ഞാൻ കൈമാറുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അല്ലിമു ഔലാദകും അസ്സിബാഹ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സ്വിമ്മിങ് പഠിപ്പിക്കണം, നീന്താൻ പഠിപ്പിക്കണം. നീന്താൻ അറിയുന്നൊരു കൈ പൊക്കിയാട്ടെ. മുമ്പ് അറിഞ്ഞിരുന്നു, ഇപ്പോ ധൈര്യമില്ല എന്ന് പറയുന്ന കൈ പൊക്കിയാട്ടെ. ഈ അറിയെന്ന് പറഞ്ഞ് നീന്തലൊന്നും കൈവെക്കാനൊന്നും പണിയില്ല. ഒരു തോട്ടിക്ക് വീണാ കഴിച്ചിലാവുമെന്നാണ് അറിയേണ്ടത്. അപ്പോഴേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. എത്ര കാലമായിട്ട് നീന്തിയിട്ട് അതിനൊക്കെ നീന്താൻ പറ്റുന്ന പുഴയില്ല, പുഴയിൽ വെള്ളമില്ല. പണ്ടൊരു ഉസ്താദ് ഹൗദിൽ മുങ്ങി കുളിച്ചിട്ട് ഉസ്താദിനെ പുറത്താക്കിയിട്ടുണ്ട് ഒരു നാട്ടില്. മുക്കരിക്ക ഒറ്റ കൊടുത്തു എന്നാണ് അറിഞ്ഞത്. ഉസ്താദിന്റെ സുബൈക്ക് ഹൗദിൽ അന്ന് പറഞ്ഞിട്ട് വലിയ ഹൗദല്ലേ, ഉസ്താദ് നീന്തി കുളിച്ചതാണ്. അപ്പോ ഉസ്താദ്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ ഞാൻ പറയണില്ല. അപ്പോൾ കുറച്ച് നീന്തലൊക്കെ വേണമെന്നാ. നീന്താൻ പറ്റുന്നവര്, സൗകര്യമുള്ളവർ എന്ത് ചെയ്യണം? അതൊക്കെ ശറഇന്റെ ഭാഗമാണ്. കൂലിട്ട് നബി തങ്ങൾ നീന്താൻ പറഞ്ഞു. തങ്ങൾ നീന്താൻ പറയുമ്പോൾ മക്കയിൽ ഒരു കുളം പോലും ഇല്ല, ഒരു തോട് പോലും ഒരു പുഴ പോലും മക്കയിലില്ല, കടല് പോലും മക്കയിൽ നിന്ന് എത്രയോ ദൂരെയാണ്. തങ്ങൾ മദീനയിൽ ചെന്നിട്ടും പറഞ്ഞു നീന്തണം എന്ന് പറഞ്ഞു. മദീനയിൽ ആകെ ഒരൊറ്റ കുളമാണ് ഉണ്ടായത്. തങ്ങൾ കടല് പോലും കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പക്ഷേ നബി തങ്ങൾ നീന്താൻ മക്കളോട് നീന്താൻ പഠിപ്പിക്കണം. നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അല്ലിമു ഔലാദകും അസ്സിബാഹ വറിമായ വറുകൂബൽ ഖൈൽ. ഒട്ടകം നമ്മൾ ഹോഴ്സ് റൈഡിങ്, എക്വസ്ട്രിയൻ, നമ്മൾ ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കണം, കുതിരയോട്ടം പഠിപ്പിക്കണം മക്കൾക്ക്. അതുപോലെ തന്നെ ആർച്ചറി പഠിപ്പിക്കണം, അമ്പെയ്ത്ത്, ഷൂട്ടിംഗ്, ഇതൊക്കെ ആർച്ചറി പറഞ്ഞ ആ വിരുദ്ധിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അസ്സിബാഹ, സ്വിമ്മിങ് പഠിപ്പിക്കണം. പിന്നെന്ത് ചെയ്യണം? നിങ്ങൾക്ക് മക്കൾക്ക് നിങ്ങൾ അൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കണം. മുത്തുനബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. മുത്തുനബിയുടെ കുടുംബക്കാരായ തങ്ങന്മാർ, സയ്യിദന്മാർ, അവരെയൊക്കെ ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മൾ കൈമാറുമ്പോൾ ആ വളർന്നു വരുന്ന മക്കളിൽ വലിയ നന്മയുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനത്തെ നല്ല മക്കളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായ അറഫ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അറഫ ഭൂമിയിൽ ആയിരക്കണക്കിന് ഹാജിമാർ സന്നിഹിതരായിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഹാജിമാർ. അള്ളാഹു നമുക്ക് അവിടെ എത്താൻ തൗഫീഖ് നൽകട്ടെ. ഇവിടുന്ന് ഹജ്ജിന് പോയ ആളുകൾ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്ത് തിരിച്ചു വരാൻ സർവശക്തനായ റബ്ബ് അനുഗ്രഹം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ അറഫ ദിനം നടക്കുമ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മോനെ വിളിച്ചു. മോനോട് പറഞ്ഞു, മോനെ യാ ബുനയ്യ ഔസുനി, മോനെ എനിക്ക് നീ വസിയത്ത് താ മോനെ, വാപ്പയൊന്ന് ഉപദേശിച്ചു താ മോനെ. വാപ്പയെ ഉപദേശിക്കാൻ മോനോട് ആവശ്യപ്പെട്ടു. ആര്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മോനോട് പറയാൻ. മോനോട്, മോനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമറേ, വാപ്പയായ എന്നെ നീ ഒന്ന് ഉപദേശിക്കണം ഈ സമയത്ത്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, ഭരണാധികാരി ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ മുഹിബ്ബുസുന്നയായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ അബീ, ഉപ്പാ, ഉൻദുർ അമാമക ഫീ യൗമി അറഫ, ഈ അറഫ ദിനത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വാപ്പ ഒന്ന് നോക്കൂ. ഒരുപാട് ആളുകളെ കണ്ടില്ലേ? കണ്ടു. ഉൻദുർ വറാഅക, ബാക്കിലേക്കൊന്ന് നോക്കൂ എന്നവരെ. അറഫ മൈതാനത്ത് ഖൽഖുൻ കസീർ, ഒരുപാട് ആളുകളില്ലേ? ഉൻദുർ അൻ യമീനിക, വലതു ഭാഗത്തേക്കൊന്ന് നോക്കൂ ഉമറേ ഉപ്പാ, ഒരുപാട് ആളെ കാണുന്നില്ലേ? കണ്ടു. വാപ്പാ ഒന്ന് ഉൻദുർ അൻ ശിമാലിക്, നിങ്ങളുടെ ഇടതു ഭാഗത്തേക്ക് നോക്കൂ, അറഫയിൽ ഒരുപാട് ആളുകളെ കാണുന്നില്ലേ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. യാ അബീ, ഉപ്പാ, കുല്ലും മിൻഹും യസ്അലുല്ലാഹ അൻ യഗ്ഫിറ ലഹു ദംബാ ബൈനഹു വ ബൈനല്ലാഹ്. പടച്ചവനുണ്ടെന്നുള്ള തെറ്റ്. എന്നാൽ ഉപ്പാ, ബൈനമാ അൻത മസ്ഊലുൻ അൻ ദുനൂബിഹിം യൗമൽ ഖിയാമ, ഈ ജനങ്ങളുടെ ആബാലവൃദ്ധം, ജനങ്ങളുടെ മുഴുവൻ തെറ്റുകളെ കുറിച്ച് നാളെ അള്ളാഹു ഒരു ഭരണാധികാരി എന്ന നിലയിൽ അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യുന്നവരെ അത് ഓർത്തുകൊണ്ട് ജീവിച്ചോളൂ എന്ന് സ്വന്തം വാപ്പയെ ഉപദേശിക്കാൻ തന്റെ ഇടമുണ്ടായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വാപ്പയോട് പറഞ്ഞു കൊടുക്കാണ്, വാപ്പാ, ഇവരൊക്കെ കരയുന്നത് അവരും റബ്ബും തമ്മിലുള്ള തെറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ ഇവരുടെ ഭരണാധികാരിയാണ്. ഇവർ ചെയ്യുന്ന തെറ്റുകളിൽ നിങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവരുടെ ഒക്കെ മുഴുവൻ പ്രശ്നങ്ങളും നിങ്ങളുടെ തോളിലാണെന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം, ഉത്തരവാദിത്വ ബോധം വേണമെന്ന് സ്വന്തം വാപ്പയെ ഉപദേശിച്ച യുവാവാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. നമ്മുടെ യുവാക്കൾക്ക് ഈ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. 3 യുവാക്കൾ കുടിച്ച് മദ്യപിച്ച് മതിമറന്ന് ഒരു വിദേശ രാജ്യത്ത്, ഇന്ത്യയിലല്ല, അറബ് രാജ്യത്തല്ല, പക്ഷേ ആ രാജ്യത്തേക്ക് യാത്ര പോയത് തിന്മ ചെയ്യാൻ, തോന്നിവാസം ചെയ്യാൻ. 3 പേരും കള്ളു കുടിച്ചു, വലിയ പരിചയമില്ല. ഒരുത്തൻ നന്നായി കുടിച്ചതിന്റെ പേരിൽ അവന് ഛർദിയായി, ശ്വാസം മുട്ടലായി, മരിക്കുമോ എന്ന് ഓർമ്മ വരലായി. അപ്പൊ കൂട്ടത്തിൽ ഒരൽപ്പം ബോധം തെളിഞ്ഞ 3-ൽ ഒരാൾ ഇവനെ താങ്ങിപ്പിടിച്ച് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി. മദ്യപിച്ച് ലെവൽ വിട്ടിരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. മുസ്ലിമീങ്ങളാ 3 ആളും.
ഒരൽപ്പം മദ്യം കൂടിപ്പോയതിന്റെ പേരിൽ മരണത്തെ മുഖാമുഖം കാണുന്ന തന്റെ കൂട്ടുകാരനെ മരിക്കാൻ വേണ്ടി ഒരുക്കി കൊടുക്കുന്ന കൂട്ടുകാരൻ, അവൻ കണ്ടുകുടിച്ചവനായിരുന്നു. പക്ഷേ ഒരൽപ്പം ബോധമുണ്ടപ്പോ അവനോട് പറഞ്ഞു, ചൊല്ലിക്കൊടുക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയ്. അപ്പോഴാണ് ഗിമ്മി മോർ, ഗിമ്മി എ കപ്പ് മോർ, എന്ത് വൈൻ, കുറച്ച് കള്ള് കൊണ്ടുവാ, കുറച്ച് കള്ള് കൊണ്ടുവാ, കുറച്ചുകൂടെ മദ്യം എനിക്കുക എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലേണ്ട നേരത്ത് മദ്യം താ എന്ന് പറഞ്ഞ് കള്ള് തരണം എന്ന് പറഞ്ഞ് സ്വന്തം കൂട്ടുകാരൻ കൺമുമ്പിൽ വെച്ച് മരിച്ച അനുഭവം. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടുകാർക്ക്, ഞങ്ങളുടെ യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്ക് അത്തരം ദുരവസ്ഥകൾ വരാതെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാട് വിട്ടു പോകുമ്പോൾ, ടൂറായിട്ട് പോകുമ്പോ, പിക്നിക്കിനായിട്ട് പോകുമ്പോ, ചെറുപ്പക്കാർ കൂട്ടം കൂട്ടമായി സ്റ്റേറ്റിന്റെ ബോർഡർ വിട്ടും കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ വലയത്തിൽ നിന്നും പുറത്തു ചാടി എന്ന് തോന്നുന്ന പോലെ രാജ്യവും നാടും മഹല്ലും വിട്ടുമാറുമ്പോ അള്ളാഹുവിന്റെ കൺട്രോളിൽ നിന്ന് പുറത്തായി എന്ന് ഒരുവിധം തോന്നുമാർ വഴിവിട്ട് ജീവിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ചെറുപ്പക്കാരിൽ വരാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ, യുവതലമുറയെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വഴിതെറ്റുന്ന യുവാക്കളോട് ഹബീബായ നബി തങ്ങളുടെ കൂടെ നിന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ധർമ്മസമരം ചെയ്യാൻ മുന്നോട്ട് വരികയും ഇൽമ പഠിക്കുകയും ഗ്രന്ഥരചന നടത്തുകയും ദീനിനു വേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്ത അല്ലാമ അബൂ ഖുദാമത്ത് ശാമിയുടെ കൂടെ 13കാരൻ പോയ ത്യാഗവും ത്യാഗോജ്വലമായ അനുഭവങ്ങളും ഓർത്തുകൊണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഒരിക്കലൂടെ മഅറൂഫുൽ ഖർഹിയുടെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അല്ലാഹുമ്മ കമാ ഫർഹ്തഹും ഫിദ്ദുനിയാ ഫഫർഹും ഫിൽ ആഖിറ. നമ്മുടെ ചെറുപ്പക്കാരെ അല്ലാഹുവേ നശിപ്പിക്കരുത്, അവർ ചെയ്യുന്ന തിന്മകളെ കൊണ്ട് നീ അവരോട് കോപിക്കരുത്. റബ്ബേ, ഈ ലോകത്ത് സന്തോഷിക്കാൻ വക നൽകിയതുപോലെ അവർക്ക് നാളെ നന്നായി നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നല്ലവരായി വന്ന് സ്വർഗത്തിലും സന്തോഷിക്കാൻ അവസരം കൊടുക്കണമേ തമ്പുരാനെ. ശാപവാക്കുകളല്ല, പരിഹാസമല്ല, ആക്ഷേപങ്ങളല്ല, നമ്മുടെ യുവജനങ്ങളോട് കുത്തുവാക്കുകൾ പറയുകയല്ല, പത്രത്തിലെ കട്ടിങ്ങുകൾ, ഒളിച്ചോട്ടവും ചാടിപ്പോകലുകളും അപമാനപ്പെടുത്തലുകളും കുടുംബത്തിന്റെ മേൽ അപമാനം ചാർത്തുകയും ചെയ്ത കഥകളല്ല നമ്മൾ പറയുന്നത്. എല്ലാവർക്കും തിരിച്ചു പോരാൻ സർവശക്തനായ റബ്ബിന്റെ റഹ്മത്തിന്റെ മുറ്റം വിശാലമാണ്. അങ്ങോട്ട് നടന്നെടുക്കുക, പാപമോചനം ചോദിക്കുക. അല്ലാഹു തന്ന യൗവനം തീരുന്നതിന്റെ മുമ്പ് അല്ലാഹു നിശ്ചയിച്ച പശ്ചാത്തപിച്ച് മടങ്ങുകയും റബ്ബേ, തെറ്റുപറ്റിയത് മാപ്പുത, തിന്മ ചെയ്തത് പൊറുത്തുക, അല്ലാഹുവേ എന്നെ നന്നാക്കണേ എന്ന് ഓരോരുത്തരും റബ്ബിനോട് ചോദിക്കുക. അവസാനമായൊരു ദുആ നമ്മൾ ചൊല്ലി പഠിക്കുകയാണ്. അല്ലാഹുവിനോട് ചോദിക്കണം, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും വിശേഷിച്ചും നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വിശേഷിച്ചും നന്മയെ കുറിച്ച് അറിയുന്ന ഒരു ഉണർവ്, ഒരു ഉത്തേജനം, പിന്നെ മറന്നു. നാളെ നേരം വെളുത്താൽ ഒരുപക്ഷെ ഈ രാത്രിയിൽ നമ്മൾ പറഞ്ഞത്, ഇന്നലെ കേട്ടത്, മിനിഞ്ഞാന്ന് കേട്ടത് എല്ലാം മറന്നു. നേരം പൊഴിയുമ്പോഴേക്കും എല്ലാം മറന്നു പോകുമെങ്കിൽ ഈ ദുആ മറക്കല്ലേ. അല്ലാഹുമ്മ, പടച്ചവനെ, റബ്ബിനോട് ചോദിക്കുക, അല്ലാഹുവേ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. റബ്ബേ, നിന്നെ അറിയാൻ സൗഭാഗ്യം കിട്ടിയതിന്റെ ശേഷം, നിന്നെ മനസ്സിലാക്കാൻ അവസരം തന്നതിന്റെ ശേഷം, നിന്റെ മുമ്പിൽ ചെയ്യുന്ന സുജൂദിന്റെ മധുരം അറിയാൻ കഴിഞ്ഞതിന്റെ ശേഷം, അല്ലാഹുവേ, വഴിതെറ്റിപ്പോകുന്ന ചിന്തകൾ, തിന്മയിലേക്ക് പോകുന്ന അവസരങ്ങൾ, അല്ലാഹുവേ, ജീവിതം വഴിമാറിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന്, ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്ന അപകടങ്ങളിൽ നിന്ന് റബ്ബേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. വിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ട് നമ്മളൊക്കെ ദുആയിരൊക്കെ ഒന്ന് ഏറ്റു ചൊല്ലിക്കോളൂ. നമ്മൾ കേട്ട് പരിചയിച്ച ദുആയാണിത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, സന്മാർഗം കിട്ടിയതിന്റെ ശേഷം അത് നഷ്ടപ്പെടാതെ കാക്കേണമേ തമ്പുരാനെ.